ഹായ് ഫ്രണ്ട്സ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഏതായിരുന്നു ഡിസ്കസ് ചെയ്തത്? ഏത് ചാപ്റ്റർ ആയിരുന്നു? കെമിസ്ട്രി ഇൻ എവറിഡേ ലൈഫ് അല്ലേ? അത് സിമ്പിളായിട്ടുള്ളൊരു ചാപ്റ്റർ ആയിരുന്നു അല്ലേ? നമ്മൾ അതിൽ ഏതൊക്കെ ഭാഗമാണ് പഠിച്ചത്? നമ്മൾ 3 കാര്യങ്ങൾ അതിൽ പഠിച്ചത് ഇല്ലേ? ഏതൊക്കെയായിരുന്നു? ആദ്യം ടൈപ്സ് ഓഫ് ഡ്രഗ്സ് ഇല്ലേ? 6 ടൈപ്പ് ഡ്രഗ് പഠിച്ചു അല്ലേ? അതിൽ ഇമ്പോർട്ടൻ്റ് ആണ് ഒന്ന് ഏത്? അനാൽജസിക്സ്, പിന്നെ ആൻറ്റി മൈക്രോബിയൽസിൽ അതിൽ ആൻറ്റിസെപ്റ്റിക്സും ഡിസിൻഫെക്റ്റൻറ്റും അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതിൽ പഠിച്ചത് ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നേഴ്സ് അല്ലേ? അതിൽ ആ സക്കാരിൻ, അലീറ്റയും തുടങ്ങിയ ആ 4 പേരുകൾ അതും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ പഠിച്ചത് സോപ്പും ഡിറ്റർജൻസും ഇല്ലേ? സോപ്പ് എന്താണ്? ആ സോപ്പിൻ്റെ റിയാക്ഷൻ എന്താണ്? എന്താ റിയാക്ഷൻ്റെ പേര്? സാപ്പോണിഫിക്കേഷൻ റിയാക്ഷൻ അല്ലേ? അത് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെക്കുക, മറക്കരുത്. സാപ്പോണിഫിക്കേഷൻ റിയാക്ഷൻ. പിന്നെ നമ്മൾ ഡിറ്റർജൻസ് എന്താണെന്ന് പഠിച്ചു. ഡിറ്റർജൻസ് 3 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണ്? കാറ്റയോണിക് ഡിറ്റർജൻസും ആനയോണിക് ഡിറ്റർജൻസും പിന്നെ നോൺ അയോണിക് ഡിറ്റർജൻസും. അങ്ങനെ 3 തരത്തിലുള്ള ഡിറ്റർജൻസ് നമ്മൾ പഠിച്ചു. ഇന്ന് നമ്മൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് തോന്നുന്നു. മനസ്സിലായിട്ടില്ലെങ്കിൽ അറിയിക്കുക, ശ്രദ്ധിച്ച് പഠിക്കുക. ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ തന്നെ ആ ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. ഓക്കെ, ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ചാപ്റ്ററാണ് ഏത്? പോളിമേഴ്സ് പറയുന്നത്. സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്ററാണ് പോളിമേഴ്സ്. എന്താ പോളിമേഴ്സ് എന്ന് പറഞ്ഞാൽ? പോളിമേഴ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്ക് അറിയോ? എന്താ പോളിമേഴ്സ് എന്ന് പറഞ്ഞാൽ? ലാർജ് കോമ്പൗണ്ട്സ് ആണ് അല്ലേ? വലിയ കോമ്പൗണ്ട്സ് ആണ് ഏത്? പോളിമേഴ്സ് എന്ന് പറയുന്നത്. ഈ ലാർജ് കോമ്പൗണ്ട് ആയിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക? ഇപ്പോൾ ചുമര് എന്ന് പറയുന്നത് വലിയൊരു സാധനമാണ് അല്ലേ? ഈ ചുമര് ഉണ്ടായിട്ടുള്ളത് എങ്ങനെയാണ്? കല്ലുകൾ ഇങ്ങനെ പടുത്ത് വെച്ചിട്ടാണ് അല്ലേ? പിന്നെ മാല കോർത്തതാണെന്നുണ്ടെങ്കിലും അത് എങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്? മുത്തുകൾ കൊണ്ട് ഇങ്ങനെ കോർത്ത് വെച്ചിട്ടാണ് അല്ലേ? അപ്പോൾ ഈ പോളിമറും എങ്ങനെയാണ് ഉണ്ടായിട്ടുണ്ടാവുക? പോളിമർ എന്ന് പറയുന്നത് മോണോമേഴ്സ് ഉണ്ട്. മോണോമർ യൂണിറ്റുകൾ കൂടിച്ചേർന്നിട്ടാണ് ഈ പോളിമേഴ്സ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ പോളിമേഴ്സ് ആർ ഫോംഡ് ബൈ ദി യൂണിയൻ ഓഫ് മോണോമേഴ്സ്. മോണോമേഴ്സ് കൂടിച്ചേർന്നിട്ടാണ് യുണൈറ്റ് ചെയ്തിട്ടാണ് പോളിമേഴ്സ് ഉണ്ടായിട്ടുള്ളത്. അത് ഓർത്തു വെക്കാം. ഇപ്പം കല്ലിൻ്റെ ഒക്കെ സ്ഥാനത്ത് ആരാണ് ഈ പോളിമറിൽ? മോണോമേഴ്സ് ആണ്. മോണോമേഴ്സ് ആർ ദി ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് പോളിമേഴ്സ്, അങ്ങനെ നമുക്ക് പറയാം. ഓക്കെ, ഇനി ഈ പാഠഭാഗത്ത് മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് പോളിമേഴ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ ആണ്. പോളിമേഴ്സ് വ്യത്യസ്ത രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് ദ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ സോഴ്സ്. സോഴ്സിനെ അടിസ്ഥാനമാക്കി പോളിമേഴ്സിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയാണെന്നാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ സോഴ്സ് ഏതൊക്കെയാണ് അറിയോ? പഠിച്ചിട്ടുണ്ടോ? ഏതാണ്? ഫസ്റ്റ് വൺ ഈസ് ദ നാച്ചുറൽ പോളിമേഴ്സ്. ഈ നാച്ചുറൽ പോളിമേഴ്സ് എന്തായിരിക്കും? നാച്ചുറൽ പോളിമേഴ്സ് പേരിൽ തന്നെ ഉണ്ട് അല്ലേ? എന്താവും? പോളിമേഴ്സ് ഫൗണ്ട് ഇൻ നാച്ചർ, പ്ലാന്റ് ആൻഡ് അനിമൽസ്. പ്ലാന്റ്സിലും അനിമൽസിലും നാച്ചുറലും ഒക്കെ കാണുന്ന പോളിമേഴ്സ് ആണ് ഏത്? നാച്ചുറൽ പോളിമേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്രകൃതിയിൽ നിന്നും കിട്ടുന്ന പോളിമേഴ്സ് ആണ് ഏത്? നാച്ചുറൽ പോളിമേഴ്സ് പറയുന്നത്. അതിന് എക്സാമ്പിൾ പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? എക്സാമ്പിൾ ആണ് ഏത്? സ്റ്റാർച്ച്, സെല്ലുലോസ്, അങ്ങനെയൊക്കെ. പിന്നെ അതുപോലെ തന്നെ പ്രോട്ടീൻ നമ്മളിൽ കാണുന്ന, ശരീരത്തിൽ കാണില്ലേ? മനുഷ്യരിൽ കാണില്ലേ? മനുഷ്യരിൽ എന്നല്ല, ഒരു ജീവൻ്റെ എല്ലാത്തിലും പ്രോട്ടീൻ അല്ലേ? അപ്പോൾ നാച്ചുറൽ പോളിമേഴ്സിന് എക്സാമ്പിൾ ആണ് ഏതൊക്കെ? സ്റ്റാർച്ച്, സെല്ലുലോസ്, പ്രോട്ടീൻസ്. ഇനി രണ്ടാമത്തെ എന്തായിരിക്കും? സിന്തറ്റിക് പോളിമേഴ്സ്. ഏതായിരിക്കും? സിന്തറ്റിക് പോളിമേഴ്സ്. എന്താണ് ഈ സിന്തറ്റിക് പോളിമേഴ്സ് എന്ന് പറഞ്ഞാൽ? നാച്ചുറൽ പോളിമേഴ്സ് പറഞ്ഞാൽ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ സിന്തറ്റിക് പോളിമേഴ്സ് എന്തായിരിക്കും? ലബോറട്ടറിയിൽ ഉണ്ടാക്കുന്ന പോളിമേഴ്സ് ആണ് ഏത്? സിന്തറ്റിക് പോളിമേഴ്സ് എന്ന് പറയുന്നത്. പോളിമേഴ്സ് മെയ്ഡ് ഇൻ ലബോറട്ടറി. ഓക്കെ, അതിനുള്ള എക്സാമ്പിൾ ആണ് ഏത്? നൈലോൺ. ഏതാണ്? നൈലോൺ. ഓർത്തു വെക്കുക കേട്ടോ, നൈലോൺ.
അടുത്ത ക്ലാസിഫിക്കേഷൻ ആണ് സെമി സിന്തറ്റിക് പോളിമേഴ്സ് എന്ന് പറയുന്നത്. ഏതാണ്? സെമി സിന്തറ്റിക് പോളിമേഴ്സ്. സെമി സിന്തറ്റിക് പോളിമേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സെമി എന്നുള്ളതിൻ്റെ അർത്ഥം എന്താ? പകുതി അല്ലേ? സെമി സിന്തറ്റിക് പോളിമേഴ്സ് എന്ന് പറഞ്ഞാൽ നാച്ചുറൽ നിന്ന് കിട്ടുന്ന പോളിമേഴ്സിനെ നമ്മൾ ലബോറട്ടറിയിൽ കൊണ്ടുപോയി ഒന്ന് മോഡിഫൈ ചെയ്യാം. എന്നിട്ട് അപ്പോൾ അങ്ങനെ ഉള്ള പോളിമേഴ്സാണ് ഇത് സെമി സിന്തറ്റിക് പോളിമേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് നമുക്ക് നോക്കി നോക്കാം. ദീസ് ആർ കെമിക്കലി മോഡിഫൈഡ് ഫോം ഓഫ് നാച്ചുറൽ പോളിമേഴ്സ്. ദീസ് ആർ കെമിക്കലി മോഡിഫൈഡ് ഫോം ഓഫ് നാച്ചുറൽ പോളിമേഴ്സ്. നാച്ചുറൽ പോളിമേഴ്സിൻ്റെ കെമിക്കലി മോഡിഫൈഡ് ഫോമാണ്. നാച്ചുറൽ പോളിമേഴ്സിൻ്റെ കെമിക്കലി മോഡിഫൈഡ് ഫോമാണ് ഏത്? സെമി സിന്തറ്റിക് പോളിമേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതിനുള്ള എക്സാമ്പിളാണ് ഏത്? റയോൺ. എന്താണ്? റയോൺ. അപ്പം നാച്ചുറൽ പോളിമേഴ്സിൻ്റെ എക്സാമ്പിളാണ് സ്റ്റാർച്ചും പ്രോട്ടീനും. സിന്തറ്റിക്കിൻ്റെ എക്സാമ്പിളാണ് നൈലോണ്. സെമി സിന്തറ്റിക് എക്സാമ്പിളാണ് റയോണ്. ഓക്കെ, ഇനി ഇതാണ് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ സോഴ്സ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ മോഡ് ഓഫ് പോളിമറൈസേഷൻ. മോഡ് ഓഫ് പോളിമറൈസേഷൻ ടെക്സ്റ്റ് ബുക്കിൽ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ സ്ട്രക്ചർ ഉണ്ട്, പക്ഷെ അത് ഇമ്പോർട്ടൻ്റ് അല്ല. പരീക്ഷയ്ക്ക് അങ്ങനെ അതിൽ നിന്നൊന്നും ചോദ്യം കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞാനത് ഡിസ്കസ് ചെയ്യാത്തത്. ഇനിയിപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ മോഡ് ഓഫ് പോളിമറൈസേഷൻ. എന്താണ് മോഡ് ഓഫ് പോളിമറൈസേഷൻ എന്ന് പറഞ്ഞാൽ? അവ പോളിമറൈസ് ചെയ്യുന്ന രീതി അല്ലേ, അതാണ് മോഡ് ഓഫ് പോളിമറൈസേഷൻ പറയുന്നത്. എങ്ങനെയാണ് നമുക്ക് നോക്കി നോക്കാം. അവ ഏതൊക്കെ തരത്തിലാണ് പോളിമറൈസ് ചെയ്യുന്നത്, മോണോമർ യൂണിറ്റുകൾ എങ്ങനെയൊക്കെയാണ് പോളിമറായിട്ട് മാറുന്നത് എന്നാണ്. ഒന്നാമത്തെ ടൈപ്പാണ് അഡീഷൻ പോളിമേഴ്സ് എന്ന് പറയുന്നത്. ഏതാണ്? അഡീഷൻ പോളിമേഴ്സ്. എന്താ അഡീഷൻ പോളിമേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആ പേരിൽ തന്നെ ഉണ്ട് ഇല്ലേ? ഇത് ഇവിടെ നോക്കുക എല്ലാവരും. മോണോമർ യൂണിറ്റിനെയാണ് ഞാൻ ഈ എം എന്ന് ഇവിടെ കാണിക്കണേ കേട്ടോ. മോണോമർ യൂണിറ്റ് സിമ്പിളായിട്ട് ഇങ്ങനെ ആഡ് ചെയ്ത് ഇങ്ങനെ പോളിമർ ആവുക. അതാണ് ഏതിൽ? അഡീഷൻ. അത്തരത്തിലുള്ള പോളിമേഴ്സാണ് ഏതിൽ വിടുക? അഡീഷൻ പോളിമേഴ്സ് എന്ന് പറയും. പോളിമേഴ്സിൽ വിടുക. അപ്പോൾ ഇറ്റ് ഈസ് ഫോംഡ് ബൈ ദി റിപ്പീറ്റഡ് അഡീഷൻ ഓഫ് മോണോമർ യൂണിറ്റ്. മോണോമർ യൂണിറ്റിൻ്റെ റിപ്പീറ്റഡ് അഡീഷൻ വഴി മോണോമർ യൂണിറ്റ് റിപ്പീറ്റ് ചെയ്ത് ആഡ് ചെയ്ത് ഇങ്ങനെ ഉണ്ടാകുന്ന പോളിമറാണ് ഏത്? അഡീഷൻ പോളിമേഴ്സ് എന്ന് പറയുന്നത്. കിട്ടിയല്ലോ? അതിനുള്ള എക്സാമ്പിളാണ് പോളിത്തീൻ. പോളിത്തീൻ കേട്ടിട്ടില്ലേ? പോളിത്തീനും പോളിപ്രൊപ്പീനും. പോളിത്തീൻ, പോളിപ്രൊപ്പീൻ, PVC ഇതൊക്കെ ഏതാണ്? അഡീഷൻ പോളിമേഴ്സിന് ഉള്ള എക്സാമ്പിളുകളാണ്. എന്താ അഡീഷൻ പോളിമേഴ്സ് എന്ന് മനസ്സിലായല്ലോ അല്ലേ? മോണോമർ യൂണിറ്റ് സിമ്പിളായിട്ട് ഇങ്ങനെ ആഡ് ചെയ്ത് പോകുന്നത്. ഇനി കണ്ടൻസേഷൻ പോളിമേഴ്സ് എന്താണെന്നാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. രണ്ടാമത്തെ ടൈപ്പ്. എന്താണ് ഈ കണ്ടൻസേഷൻ എന്ന് പറഞ്ഞാൽ? കേട്ടിട്ടുണ്ടോ കണ്ടൻസേഷൻ എന്താന്ന്? ഈ കണ്ടൻസേഷൻ പോളിമേഴ്സിൽ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. രണ്ട് മോണോമർ യൂണിറ്റുകൾ ഇങ്ങനെ വന്ന് കൂടിച്ചേരും. ആ സമയത്ത് ഈ ഇവ ഇങ്ങനെ കൂടിച്ചേരുന്ന സമയത്ത് ഇവിടെ നിന്നും H2O HCl NH3 ഒക്കെ ഏതെങ്കിലും ഒന്ന് റിലീസ് ചെയ്ത് പോവുക, എലിമിനേറ്റ് ചെയ്ത് പോകുന്ന റിയാക്ഷനാണ് നമ്മൾ കണ്ടൻസേഷൻ റിയാക്ഷൻ എന്ന് പറയുക. അങ്ങനെ ഉണ്ടാകുന്ന പോളിമേഴ്സാണ് ഏതിൽ പെടുക? കണ്ടൻസേഷൻ പോളിമേഴ്സിൽ പെടുക. ഓക്കെ, ഇപ്പോൾ രണ്ട് മോണോമർ യൂണിറ്റുകൾ കൂടിച്ചേരുന്ന സമയത്ത് അവിടെ രണ്ട് മോണോമർ യൂണിറ്റുകൾ ഇങ്ങനെ കൂടിച്ചേരുന്ന പോളിമറൈസ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്തുണ്ടാവും? H2O HCl NH3 ഒക്കെ എലിമിനേറ്റ് ഇത് പോകുന്നതിനെയാണ് നമ്മൾ അത്തരത്തിലുള്ള ഉണ്ടാവുന്ന പോളിമേഴ്സിനെയാണ് നമ്മൾ കണ്ടൻസേഷൻ പോളിമേഴ്സ് എന്ന് പറയാം. അപ്പോൾ എങ്ങനെ എന്ത് പറയാം നമുക്ക്? ഫോംഡ് ബൈ എ സീരീസ് ഓഫ് കണ്ടൻസേഷൻ റിയാക്ഷൻ ബിറ്റ്വീൻ മോണോമർ യൂണിറ്റ് അല്ലേ? മോണോമർ യൂണിറ്റുകൾക്കിടയിൽ കണ്ടൻസേഷൻ റിയാക്ഷൻ നടന്നിട്ടാണ് ഏതുണ്ടാവുന്നത്? കണ്ടൻസേഷൻ പോളിമേഴ്സ് ഉണ്ടാകുന്നത്. ഇതിനുള്ള എക്സാമ്പിളാണ് ഏത്? നൈലോൺ 66. ഏതാണ്? നൈലോൺ 66. അതൊരു കണ്ടൻസേഷൻ പോളിമറാണ്. ഇത് ഓർത്തു വെക്കുക കേട്ടോ. നൈലോൺ 66 കണ്ടൻസേഷൻ പോളിമർ ആണ് എന്നുള്ളത് ഓർത്തു വെക്കുക. പോളിത്തീനാണ് അഡീഷൻ പോളിമറിന് ഉള്ള എക്സാമ്പിൾ എന്നും ഓർത്തു വെക്കാം.
ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്, ഇനി നമ്മുടെ ടെക്സ്റ്റിൽ പറയുന്നത് ഒരുപാട് പോളിമേഴ്സും ആ പോളിമേഴ്സിൻ്റെ ഒക്കെ മോണോമേഴ്സും പറയുന്നുണ്ട്. അതെങ്ങനെയാണ് അവർ പറയുന്നത് വെച്ചാൽ, ഈ മോണോമേഴ്സ് കൂടി ചേർന്നിട്ടില്ലേ പോളിമേഴ്സ് ഉണ്ടാവുക, അപ്പോൾ അതിൻ്റെ റിയാക്ഷനൊക്കെ കംപ്ലീറ്റ് ആയിട്ട് അവർ വിശദീകരിച്ച് പറയുന്നുണ്ട്. നമുക്ക് അത്ര ഒന്നും വേണ്ട. അപ്പോൾ നമുക്ക് ഇപ്പം നോക്കാനുള്ളത് ഓരോ പോളിമറിൻ്റെയും മോണോമർ യൂണിറ്റ് എങ്ങനെയാണ് എന്നാണ്, എന്തായിരിക്കും എന്നാണ് നമുക്ക് ഇനി പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അതിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. 2 കോളാക്കി വരയ്ക്കാം കേട്ടോ. നോട്ട് ഇപ്പോൾ തന്നെ എഴുതുന്നോലെ എഴുതുക, അല്ലാത്തവർക്ക് നോട്ട് സെൻഡ് ചെയ്ത് തരും. പോളിമറും മോണോമറും എന്താണെന്ന് നോക്കാം നമുക്ക്. ലോ ഡെൻസിറ്റി, ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പോളിമറാണ് ലോ ഡെൻസിറ്റി പോളിത്തീൻ പറയുന്നത്. ഇവിടെ നമ്മൾ പഠിച്ചില്ലേ പോളിത്തീൻ, ആ പോളിത്തീൻ തന്നെയാണ് ഇവിടെ പറയുന്നത്, ലോ ഡെൻസിറ്റി പോളിത്തീൻ. ഈ പോളിത്തീൻ്റെ മോണോമർ യൂണിറ്റ് ഏതായിരിക്കും അറിയോ? എഥിലീൻ. ഏതാണ്? എഥിലീൻ. പോളിത്തീൻ്റെ മോണോമർ യൂണിറ്റ് എഥിലീൻ. ഇപ്പം തന്നെ അങ്ങോട്ട് ഓർത്ത് വെക്കുക, പഠിച്ചു വെക്കുക കേട്ടോ. അപ്പോൾ പോളിത്തീൻ്റെ മോണോമർ യൂണിറ്റ് ഏതാണ്? എഥിലീൻ. ഇത് ഉപയോഗിക്കുന്നത് എവിടെയാണ്? ഇലക്ട്രിക് വയേഴ്സിലൊക്കെയാണ് ഈ പോളിത്തീന് ഉപയോഗിക്കുന്നത്. ഓക്കെ, അതിൻ്റെ യൂസ് അങ്ങനെ ചോദിക്കാറില്ല, പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. ലോ ഡെൻസിറ്റി പോളിത്തീൻ ഉപയോഗിക്കുന്നത് ഇലക്ട്രിക് വയേഴ്സിൽ, ടോയ്സിൽ അങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഇനി അടുത്ത മോണോമറാണ് ടെഫ്ലോൺ പറയുന്നത്. ഏതാണ്? ടെഫ്ലോൺ. ഈ അടുത്ത പോളിമർ മോണോമറിൻ്റെ ടെഫ്ലോണിൻ്റെ മോണോമർ ഏതായിരിക്കും? ടെട്രാഫ്ലൂറോ എഥിലീൻ. എന്താണ്? ടെട്രാഫ്ലൂറോ എഥിലീൻ. ടെട്രാഫ്ലൂറോ എഥിലീൻ ആണ് ടെഫ്ലോണിൻ്റെ മോണോമർ യൂണിറ്റ്. ഓക്കെ, അപ്പോൾ ഈ പേരിൽ തന്നെ ഉണ്ട് ടെട്രാ ഫ്ലൂറോ അല്ലേ, ടെഫ്ലോ എന്ന് പറയുന്ന ആ പേരിൽ തന്നെ ഉണ്ട് ടെട്രാഫ്ലൂറോ എഥിലീൻ. ഓർത്ത് വെക്കുക. ഇതെവിടെയാണ്? ഈ ടെഫ്ലോൺ ഒരു ടഫ് മെറ്റീരിയലാണ്. ഇത് ഫ്രൈയിങ് പാൻസിൻ്റെ കോട്ടിങ്ങിലൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത്, ഈ ടെഫ്ലോൺ. ഇനി അടുത്ത പോളിമറാണ് ഏത്? പോളി അക്രിലോ നൈട്രിൽ. ഏതാ? പോളി അക്രിലോ നൈട്രിൽ. പോളി അക്രിലോ നൈട്രിൽ പറഞ്ഞാൽ ഏതാണ്? എന്തായിരിക്കും അതിൻ്റെ മോണോമർ? പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? ഈ പോളി അല്ല പോളിമർ ആണെന്നുണ്ടെങ്കിൽ ഈ പോളിനെ നമ്മൾ ഇവിടെ നിന്നാണ്ട് ഒഴിവാക്കിയാൽ ബാക്കി കിട്ടുന്നതാണ് ഏത്? അതിൻ്റെ മോണോമർ ഉണ്ടാവുക. അപ്പോൾ പോളി അക്രിലോ നൈട്രിലിൻ്റെ മോണോമർ ഏതായിരിക്കും? അക്രിലോ നൈട്രിൽ അല്ലേ, അക്രിലോ നൈട്രിൽ. ഇനി ഇത് ഉപയോഗിക്കുന്നത് അക്രിലോൺ ഫൈബേഴ്സൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പോളി അക്രിലോ നൈട്രിൽ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത പോളിമറാണ് പോളിസ്റ്റൈറീൻ. കേട്ടിട്ടില്ലേ പോളിസ്റ്റൈറീൻ? ഈ പോളിസ്റ്റൈറീൻ പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ മോണോമർ അപ്പം എന്തായിരിക്കും? ഈ പേരിൽ തന്നെ ഉണ്ട് അല്ലേ. എന്താണ്? ഈ പോളി അങ്ങോട്ട് ഒഴിവാക്കുക, അപ്പോൾ ഏതായിരിക്കും? സ്റ്റൈറീൻ അല്ലേ. അത് ഇനി അടുത്ത പോളിമറാണ് പോളിവിനൈൽ ക്ലോറൈഡ്. എന്താ ഇത്? ഷോർട്ട് PVC. കേട്ടിട്ടില്ലേ PVC? എന്താ? ഈ PVCയുടെ മോണോമർ എന്തായിരിക്കും? അപ്പോൾ വിനൈൽ ക്ലോറൈഡ്. ഇതിലുള്ള പോളി അങ്ങോട്ട് മാറ്റിയ പോലെ പോളിവിനൈൽ ക്ലോറൈഡ് ആണ്. അപ്പോൾ അതിൻ്റെ മോണോമർ ഏതായിരിക്കും? വിനൈൽ ക്ലോറൈഡ്. ഏതാണ്? വിനൈൽ ക്ലോറൈഡ്. ഇത് എന്തിനാ ഉപയോഗിക്കുന്നത് അറിയോ? ഈ റെയിൻ കോട്ട്, ഹാൻഡ് ബാഗ് അതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വിനൈൽ ക്ലോറൈഡ് പോളിവിനൈൽ ക്ലോറൈഡ് PVC ഉപയോഗിക്കുന്നത്. അടുത്ത പോളിമറാണ് ഏത്? പോളിപ്രൊപ്പീൻ. പോളി ഇല്ലതാ പരീക്ഷയ്ക്ക് ചോദിച്ചാൽ നിങ്ങൾ രക്ഷപ്പെട്ടു. ആ പോളി കണ്ട് ഒഴിവാക്കിയാൽ ബാക്കിയുണ്ട് എഴുതിയാൽ മതി. ഓക്കെ, പോളിപ്രൊപ്പീന് അപ്പോൾ മോണോമർ എന്തായിരിക്കും? പോളി ഒഴിവാക്കുന്നു, ബാക്കി എന്താ ഉള്ളത്? പ്രൊപ്പീൻ അല്ലേ. ഈ പോളിപ്രൊപ്പീന് റോപ്പും ടോയ്സ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പോളിപ്രൊപ്പീന് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞത് ഏത് പോളിമേഴ്സ് ആണെന്നറിയോ? അഡീഷൻ പോളിമേഴ്സ് ആണ്. നമ്മളിവിടെ പഠിച്ചില്ലേ അഡീഷൻ പോളിമേഴ്സ് അല്ലേ? അതാണ് ഇത്രയും പറഞ്ഞത്. ഏതൊക്കെ? ലോ ഡെൻസിറ്റി പോളിത്തീൻ, ടെഫ്ലോൺ, പോളി അക്രിലോ നൈട്രിൽ, പോളിസ്റ്റൈറീൻ, PVC, പോളിപ്രൊപ്പീൻ. ഇതൊക്കെ അഡീഷൻ പോളിമേഴ്സ് ആണ്. ഇത്രയാണ് ഇതിൻ്റെ മോണോമേഴ്സ്. ഇതിൻ്റെ മോണോമേഴ്സ് പഠിക്കാൻ സുഖമാണ്, ഈ പേരിൽ തന്നെ ഉണ്ട്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കണ്ടൻസേഷൻ പോളിമേഴ്സ് ആണ്.
കണ്ടൻസേഷൻ പോളിമേഴ്സ്. അതിൽ ഫസ്റ്റ് വൺ ആണ് ഏത്? ഡാക്രോൺ. എന്താണ്? ഡാക്രോൺ. കണ്ടൻസേഷൻ പോളിമേഴ്സ് എന്ന് പറഞ്ഞാൽ 2 മോണോമറുകൾ കൂടി ചേർന്ന് H2O ഒക്കെ റിലീസ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഇവിടെ 2 മോണോമർ ഉണ്ടാകും. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഡാക്രോണിൻ്റെ മോണോമറാണ് എഥിലീൻ ഗ്ലൈക്കോൾ പ്ലസ് ടെറഫ്താലിക് ആസിഡ്. ഏതൊക്കെയാണ്? എഥിലീൻ ഗ്ലൈക്കോളും ടെറഫ്താലിക് ആസിഡും. അതാണ് ഡാക്രോണിൻ്റെ മോണോമേഴ്സ്. ഇത് രണ്ടും കൂടി ചേർന്നിട്ട് ഇവിടെ H2O ഒക്കെ റിലീസ് ചെയ്തിട്ടാണ് ഡാക്രോൺ ഉണ്ടാവുന്നത് എന്നർത്ഥം. ഇത് ഉപയോഗിക്കുന്നത് ഫാബ്രിക്സ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഡാക്രോൺ ഉപയോഗിക്കുന്നത്. അടുത്തത് ഗ്ലിപ്റ്റാൽ. അടുത്ത പോളിമറാണ് ഏത്? ഗ്ലിപ്റ്റാൽ എന്തൊക്കെ അറിയോ? ഈ എഥിലീൻ ഗ്ലൈക്കോളും, അതായത് ഡാക്രോൺ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന എഥിലീൻ ഗ്ലൈക്കോളും പ്ലസ് ഫ്താലിക് ആസിഡും കൂടി ചേർന്നിട്ടാണ് ഗ്ലിപ്റ്റാൽ ഉണ്ടാവുന്നത്. ഫ്താലിക് ആസിഡ്. അപ്പോൾ ഡാക്രോൺ ഉണ്ടാകുന്നത് എഥിലീൻ ഗ്ലൈക്കോളും ടെറഫ്താലിക് ആസിഡും, ഗ്ലിപ്റ്റാൽ ഉണ്ടാകുന്നതോ എഥിലീൻ ഗ്ലൈക്കോളും ഫ്താലിക് ആസിഡും. ഡാക്രോണിന് ടെറഫ്താലിക് ആസിഡാണ്, ഗ്ലിപ്റ്റാലിന് ഫ്താലിക് ആസിഡ് ആണ് എന്ന് ഓർത്തു വെക്കുക. എന്തെങ്കിലുമൊക്കെ ഒരു കോഡ് വെച്ച് നിങ്ങൾ പഠിക്കുക. ഡാക്രോണ് ടെറഫ്താലിക് ആസിഡ്, ബാക്കി എഥിലീൻ ഗ്ലൈക്കോൾ രണ്ടിലും കോമൺ ആണ് കേട്ടോ. അങ്ങനെ ഇനി അടുത്ത പോളിമർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ പരീക്ഷയ്ക്കും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്ന ഒരു പോളിമറാണ്. ഏതാണെന്നറിയോ? നൈലോൺ 66. നൈലോൺ 66ൻ്റെ മോണോമേഴ്സ് ആണ്. അതായത് അവ ഉണ്ടായിരിക്കുന്നത് ഏതൊക്കെ അറിയോ? അഡിപ്പിക് ആസിഡും, ഏത് ആസിഡാണ്? അഡിപ്പിക് ആസിഡും ഹെക്സാമെഥിലിൻ ഡയമൈനും കൂടി ചേർന്നിട്ടാണ്. ഹെക്സാമെഥിലിൻ ഡയമൈനും. ഇത് രണ്ടും കൂടി ചേർന്നിട്ടാണ് നൈലോൺ 66 ഉണ്ടായിട്ടുള്ളത്. അഡിപ്പിക് ആസിഡും ഹെക്സാമെഥിലിൻ ഡയമൈനും കൂടി ചേർന്നിട്ട്. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കൂട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പഠിച്ചു വെക്കുക. നൈലോൺ 66 ഉണ്ടായിട്ടുള്ളത് അഡിപ്പിക് ആസിഡ് പ്ലസ് ഹെക്സാമെഥിലിൻ ഡയമൈൻ അറ്റ് 553 കെൽവിൻ. അത്രയും ചൂട്, 553 കെൽവിൻ ചൂടൊക്കെ കൊടുക്കണം. പിന്നെ ഹൈ പ്രഷറൊക്കെ കൊടുത്തിട്ടാണ് ഈ അഡിപ്പിക് ആസിഡും ഹെക്സാമെഥിലിൻ ഡയമൈനും കൂടി ചേർന്നിട്ടാണ് നൈലോൺ 66 ഉണ്ടാകുന്നത്. ഓക്കെ, ഇത് ഉപയോഗിക്കുന്നത് ഇപ്പോൾ ബ്രഷും കാർപ്പറ്റുകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നൈലോൺ 66 ഉപയോഗിക്കുന്നത്. ഇനി അടുത്തത് നൈലോൺ 6 ആണ്. അടുത്ത പോളിമറാണ് നമ്മളത് ഏത്? നൈലോൺ 6. ഈ നൈലോൺ 6 എങ്ങനെ ഉണ്ടാകുന്നത് അറിയോ? കാപ്രോലാക്റ്റം എന്ന് പറഞ്ഞൊരു വസ്തുവുണ്ട്. എന്താണ്? കാപ്രോലാക്റ്റത്തുമ്മ കൂടി കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. കാപ്രോലാക്റ്റം വിത്ത് ട്രൈസസ് ഓഫ് വാട്ടർ, എന്നിട്ട് അത് രണ്ടും കൂടി പോളിമറൈസ് ചെയ്തിട്ടാണ് നൈലോൺ 6 ഉണ്ടാകുന്നത്. ഓക്കെ, കാപ്രോലാക്റ്റം ഇറ്റ് ഈസ് ഫോംഡ് ബൈ ദി പോളിമറൈസേഷൻ ഓഫ് കാപ്രോലാക്റ്റത്തിൻ്റെ പോളിമറൈസേഷൻ നടന്നിട്ടാണ് എന്ത്? വിത്ത് ട്രൈസസ് ഓഫ് വാട്ടറിൻ്റെ കൂടെ കാപ്രോലാക്റ്റം പോളിമറൈസേഷൻ നടന്നിട്ടാണ് നൈലോൺ 6 ഉണ്ടാവുന്നത്. ഓക്കെ, ഇത് ഉണ്ടാവുന്നത് എന്തിനാണ് ഉപയോഗിക്കുന്നത്? റോപ്പും ടയർ കോഡ്സുകളും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ നൈലോൺ 6 നമ്മൾ ഉപയോഗിക്കുന്നത്. അടുത്തതാണ് ബാക്ക്ലൈറ്റ്. അടുത്ത പോളിമറാണ് ഏതാണ്? ബാക്ക്ലൈറ്റ്. ഈ ബാക്ക്ലൈറ്റ് എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നറിയോ? ബാക്ക്ലൈറ്റ് ഉപയോഗിക്കുന്നത് ഇലക്ട്രിക്കൽ സ്വിച്ചില്ലേ, നമ്മുടെ സ്വിച്ചുകളും പ്ലഗുകളും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബാക്ക്ലൈറ്റ് എന്ന് പറഞ്ഞ പോളിമർ ഉപയോഗിക്കുന്നത്. ഇനി ഇത് ഇതിൻ്റെ മോണോമർ എങ്ങനെയായിരിക്കും? ഫോമാൽഡിഹൈഡ്, നൊവോലാക്ക് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. നൊവോലാക്കിനെ ഫോമാൽഡിഹൈഡുമായിട്ട് ഹീറ്റ് ചെയ്യാം. നൊവോലാക്കും ഫോമാൽഡിഹൈഡും കേട്ടോ. നൊവോലാക്ക് ഓൺ ഹീറ്റിംഗ് വിത്ത് ഫോമാൽഡിഹൈഡ്. അതാണ് ബാക്ക്ലൈറ്റിൻ്റെ മോണോമേഴ്സ്. ഇത്രയാണ്
ഏത് കണ്ടൻസേഷൻ പോളിമേഴ്സ്. ഏതൊക്കെ? ഡാക്രോണും ഗ്ലിപ്റ്റാലും നൈലോൺ 66ഉം നൈലോൺ 6ഉം ബാക്ക്ലേറ്റും. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയത് ഈ ഭാഗമാണ്. ഏതൊക്കെയാണ്? നൈലോൺ 66ഉം നൈലോൺ 6ഉം. ഇത് ഇമ്പോർട്ടൻ്റ് ആട്ടോ. അതിൻ്റെ മോണോമേഴ്സ് അല്ലെങ്കിൽ ഇത് എങ്ങനെ ഈ നൈലോൺ 6 എന്തൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്? അഡിപ്പിക് ആസിഡും ഹെക്സാമെഥിലിൻ ഡൈയമൈനും കൂടി 553 കെൽവിനിലും ഹൈ പ്രഷറിലും ഇട്ടിട്ട് മിക്സ് ചെയ്യുമ്പോഴാണ് ഈ നൈലോൺ 66 ഉണ്ടാവുന്നത്. നൈലോൺ 6ഓ ക്രാപ്റ്റോലാക്ടം പ്ലസ് ട്രൈസ് എമൗണ്ട് ഓഫ് വാട്ടർ. ഇത് രണ്ടും കൂടി പോളിമറൈസേഷൻ നടക്കുമ്പോഴാണ് നൈലോൺ 6 ഉണ്ടാവുന്നത്. ഓക്കെ, ഇത്രയാണ് കണ്ടൻസേഷൻ പോളിമേഴ്സ്, ഇത്രയാണ് അഡീഷൻ പോളിമേഴ്സ്. ഇതിൻ്റെ മോണോമേഴ്സ് പഠിച്ചു വെക്കാം, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത് വേറൊരു ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ്. ഏതറിയോ? ഹോമോ പോളിമേഴ്സും കോ പോളിമേഴ്സും. പോളിമേഴ്സിനെ രണ്ടായിട്ട് വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അവയാണ് ഹോമോ പോളിമേഴ്സും കോ പോളിമേഴ്സും. ഇത് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുണ്ട് കേട്ടോ. വാട്ട് ഈസ് കോ പോളിമേഴ്സ് അല്ലെങ്കിൽ വാട്ട് ഈസ് ഹോമോ പോളിമേഴ്സ് എന്ന് ചോദിക്കാറുണ്ട്. എന്തായിരിക്കും ഹോമോ പോളിമേഴ്സ് എന്ന് പറഞ്ഞാൽ? എന്തായിരിക്കും? ആ പേരിൽ തന്നെ ഉണ്ട്, ഹോമോ അല്ലേ? ഹോമോ എന്ന് പറഞ്ഞാൽ എന്താ? ഹോമോയും ഹെട്രോയും ഒക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ? ഹോമോ പറഞ്ഞാൽ എന്താ? സെയിം എന്നാണ് അർത്ഥം. അപ്പോൾ ഹോമോ പോളിമേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരേ ടൈപ്പ് മോണോമേഴ്സ് കൂടിച്ചേർന്നിട്ട് അല്ലെങ്കിൽ പോളിമറൈസേഷൻ നടന്ന് ഉണ്ടാകുന്ന പോളിമേഴ്സ് ആണ് ഹോമോ പോളിമേഴ്സ് എന്ന് പറയുക. ഹോമോ പോളിമേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സെയിം മോണോമേഴ്സ് ആയിരിക്കും അവിടെ ഉണ്ടാവുക. സെയിം മോണോമർ യൂണിറ്റ്സുകൾ പോളിമറൈസേഷൻ നടന്നിട്ട് ഉണ്ടാകുന്ന പോളിമേഴ്സ് ആണ് ഏത് വിഭാഗത്തിൽ പെടുക? ഹോമോ പോളിമേഴ്സിൽ വരിക. അതിനുള്ള എക്സാമ്പിൾ ഇതിൽ നിന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഏതാ? ഇപ്പം നോക്കി നോക്കൂ, അഡീഷൻ പോളിമേഴ്സ് നോക്കി നോക്കുക. അഡീഷൻ പോളിമേഴ്സ് എന്താണ്? ഒരേ ടൈപ്പ് മോണോമർ യൂണിറ്റുകൾ ഇങ്ങനെ കൂടിച്ചേർന്നിട്ടല്ലേ ഉണ്ടാവുന്നത്. ഇവിടെ നോക്കി നോക്ക്, ലോ ഡെൻസിറ്റി പോളിത്തീൻ, അവിടെ എന്താണ്? എഥിലീൻ മാത്രം ഇങ്ങനെ കൂടിച്ചേർന്നിട്ടാണ് ഈ ലോ ഡെൻസിറ്റി പോളിത്തീൻ ഉണ്ടാവുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ എന്താണ്? ഒരേ ടൈപ്പ് മോണോമർ യൂണിറ്റ് ആണ്, എഥിലീൻ മാത്രമുള്ള അവിടെ ഉണ്ടാവുക അല്ലേ? ഇപ്പോൾ PVCയിലാണെങ്കിൽ വിനൈൽ ക്ലോറൈഡ് മാത്രം ഉണ്ടാവുക അല്ലേ? അപ്പോൾ ഒരേ ടൈപ്പ് മോണോമർ യൂണിറ്റ് കൂടിച്ചേർന്നിട്ട് ഉണ്ടാവുന്ന പോളിമേഴ്സ് ആണ് ഇതിൽ പെടുക, ഹോമോ പോളിമേഴ്സ്. അപ്പോൾ ഇതിനുള്ള എക്സാമ്പിൾ നമുക്ക് ഇതിൽ നിന്ന് തന്നെ പറയാം. ഏതൊക്കെ പറയാം? ലോ ഡെൻസിറ്റി പോളിത്തീൻ പറയാം, ടെഫ്ലോൺ പറയാം, PVC പറയാം, ഏതും പറയാം. ഏത് അഡീഷണൽ പോളിമേഴ്സും ഹോമോ പോളിമേഴ്സ് ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പോൾ കോ പോളിമേഴ്സ് എന്തായിരിക്കും? ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? ഡിഫറൻറ്റ് മോണോമേഴ്സ് പോളിമറൈസേഷൻ നടന്നിട്ടായിരിക്കും അവിടെ ഉണ്ടാവുക. ഏതാണ്? ഡിഫറൻറ്റ് പോളിമേഴ്സ് ഫോംഡ് ബൈ ദി പോളിമറൈസേഷൻ ഓഫ് 2 or more ഡിഫറൻറ്റ് മോണോമേഴ്സ്. ഡിഫറൻറ്റ് മോണോമേഴ്സ് കൂടിച്ചേർന്നിട്ട് അല്ലെങ്കിൽ പോളിമറൈസ് ചെയ്തിട്ട് ഉണ്ടാകുന്ന പോളിമേഴ്സ് ആണ് ഇത് കോ പോളിമേഴ്സ് എന്ന് പറയുന്നത്. അത് ഇതിനൊരു എക്സാമ്പിൾ ഇതിൽ നിന്ന് പറഞ്ഞൂടെ? ഏതായിരിക്കും? അഡീഷൻ പോളിമേഴ്സ് ആയിരിക്കുമോ? അല്ല, ഏതായിരിക്കും? കണ്ടൻസേഷൻ പോളിമേഴ്സ് അല്ലേ? ഇപ്പോൾ അതിനൊരു എക്സാമ്പിൾ നമ്മൾ നൈലോൺ 66 തന്നെയാണ് പഠിച്ചാൽ പോരെ. ഏതായാലും അഡിപ്പിക് ആസിഡും ഹെക്സാമെഥിലിൻ ഡൈയമൈനും, ആ 2 മോണോമറും ഉണ്ട് അല്ലേ? അഡിപ്പിക് ആസിഡ് എന്ന് പറഞ്ഞ ഒരു മോണോമറും ഉണ്ട്, ഹെക്സാമെഥിലിൻ ഡൈയമൈൻ പറഞ്ഞ വേറൊരു മോണോമറും ഉണ്ട് അല്ലേ? അപ്പോൾ ഇതിന് എക്സാമ്പിൾ ഏത് കൊടുക്കാം നമുക്ക്? നൈലോൺ 66 അല്ലെങ്കിൽ നൈലോൺ 6 ഏത് വേണമെങ്കിലും പറ്റും. ബാക്ക് ലൈറ്റ് കൊടുക്കാം, ഗ്ലിപ്റ്റാൽ കൊടുക്കാം, ഡാക്രോൺ കൊടുക്കാം, ഏതും കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ഹോമോ പോളിമേഴ്സും കോ പോളിമേഴ്സും മനസ്സിലായില്ലേ? ഓക്കെ, ഹായ് ഫ്രണ്ട്സ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ നമ്മൾ പഠിച്ചത്? ഏത് ചാപ്റ്റർ ആയിരുന്നു? കെമിസ്ട്രി ഇൻ എവരിഡേ ലൈഫ് അല്ലേ? ഒരു സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആയിരുന്നു അല്ലേ? നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്? അതിൽ ആദ്യം നമ്മൾ പഠിച്ചത് ടൈപ്സ് ഓഫ് ഡ്രഗ്സിൻ്റെ ടൈപ്പ് അല്ലേ? പിന്നെന്താ പഠിച്ചത്? അതിൽ 6 ടൈപ്പ് ഡ്രഗ് ഉണ്ട് അല്ലേ? പിന്നെ ഏതാ പഠിച്ചത്? പിന്നെ സോപ്പിന് മുമ്പ് ആർട്ടിഫിഷ്യൽ, ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്യണം കേട്ടോ ഞാൻ. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഏതായിരുന്നു ഡിസ്കസ് ചെയ്തത്? ഏത് ചാപ്റ്റർ ആയിരുന്നു? കെമിസ്ട്രി ഇൻ എവരിഡേ ലൈഫ് അല്ലേ?
അത് സിമ്പിളായിട്ടുള്ളൊരു ചാപ്റ്റർ ആയിരുന്നു അല്ലേ. നമ്മൾ അതിൽ ഏതൊക്കെ ഭാഗമാണ് പഠിച്ചത്? നമ്മൾ 3 കാര്യങ്ങളാണ് അതിൽ പഠിച്ചത് ഇല്ലേ. ഏതൊക്കെയായിരുന്നു? ആദ്യം ടൈപ്സ് ഓഫ് ഡ്രഗ്സ് ഇല്ലേ, 6 ടൈപ്പ് ഡ്രഗ് പഠിച്ചു അല്ലേ. അതിൽ ഇമ്പോർട്ടൻ്റ് ആണ് ഒന്ന് ഏത്? അനാൽജസിക്സ്, പിന്നെ ആൻറ്റി മൈക്രോബിയൽസിൽ അതിൽ ആൻറ്റിസെപ്റ്റിക്സും ഡിസിൻഫെക്റ്റൻറ്റും അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതിൽ പഠിച്ചത് ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നേഴ്സ് അല്ലേ, അതിൽ ആ സക്കാരിൻ, അലീറ്റയും തുടങ്ങിയ ആ 4 പേരുകൾ അതും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ പഠിച്ചത് സോപ്പും ഡിറ്റർജൻസും ഇല്ലേ. സോപ്പ് എന്താണ്, ആ സോപ്പിൻ്റെ റിയാക്ഷൻ എന്താണ്, എന്താ റിയാക്ഷൻ്റെ പേര്? സാപ്പോണിഫിക്കേഷൻ റിയാക്ഷൻ അല്ലേ. അത് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെക്കുക, മറക്കരുത്, സാപ്പോണിഫിക്കേഷൻ റിയാക്ഷൻ. പിന്നെ നമ്മൾ ഡിറ്റർജൻസ് എന്താണെന്ന് പഠിച്ചു. ഡിറ്റർജൻസ് 3 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണ്? കാറ്റയോണിക് ഡിറ്റർജൻസും ആനയോണിക് ഡിറ്റർജൻസും പിന്നെ നോൺ അയോണിക് ഡിറ്റർജൻസും. അങ്ങനെ 3 തരത്തിലുള്ള ഡിറ്റർജൻസ് നമ്മൾ പഠിച്ചു. ഇന്ന് നമ്മൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് തോന്നുന്നു. മനസ്സിലായിട്ടില്ലെങ്കിൽ അറിയിക്കുക, ശ്രദ്ധിച്ച് പഠിക്കുക. ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ തന്നെ ആ ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. ഓക്കെ, ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ചാപ്റ്ററാണ് ഏത്? പോളിമേഴ്സ് പറയുന്നത്. സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്ററാണ് പോളിമേഴ്സ്. എന്താ പോളിമേഴ്സ് എന്ന് പറഞ്ഞാൽ? പോളിമേഴ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്കറിയോ? എന്താ പോളിമേഴ്സ് എന്ന് പറഞ്ഞാൽ? ലാർജ് കോമ്പൗണ്ട്സ് ആണ് അല്ലേ, വലിയ കോമ്പൗണ്ട്സ് ആണ് ഏത്? പോളിമേഴ്സ് എന്ന് പറയുന്നത്. ഈ ലാർജ് കോമ്പൗണ്ട് എങ്ങനെ ആയിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക? ഇപ്പോൾ ചുമര് എന്ന് പറയുന്നത് വലിയൊരു സാധനമാണ് അല്ലേ. ഈ ചുമര് ഉണ്ടായിട്ടുള്ളത് എങ്ങനെയാണ്? കല്ലുകൾ ഇങ്ങനെ പടുത്ത് വെച്ചിട്ടാണ് അല്ലേ. പിന്നെ മാല കോർത്തതാണെന്നുണ്ടെങ്കിലും അത് എങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്? മുത്തുകൾ കൊണ്ട് ഇങ്ങനെ കോർത്ത് വെച്ചിട്ടാണ് അല്ലേ. അപ്പോൾ ഈ പോളിമറും എങ്ങനെയാണ് ഉണ്ടായിട്ടുണ്ടാവുക? പോളിമർ എന്ന് പറയുന്നത് മോണോമേഴ്സ് ഉണ്ട്. മോണോമർ യൂണിറ്റുകൾ കൂടിച്ചേർന്നിട്ടാണ് ഈ പോളിമേഴ്സ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ പോളിമേഴ്സ് ആർ ഫോംഡ് ബൈ ദി യൂണിയൻ ഓഫ് മോണോമേഴ്സ്. മോണോമേഴ്സ് കൂടിച്ചേർന്നിട്ടാണ് യുണൈറ്റ് ചെയ്തിട്ടാണ് പോളിമേഴ്സ് ഉണ്ടായിട്ടുള്ളത്. അത് ഓർത്ത് വെക്കുക. ഇപ്പം കല്ലിൻ്റെ ഒക്കെ സ്ഥാനത്ത് ആരാണ് ഈ പോളിമറിൽ? മോണോമേഴ്സ് ആണ്. മോണോമേഴ്സ് ആർ ദി ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് പോളിമേഴ്സ്, അങ്ങനെ നമുക്ക് പറയാം. ഓക്കെ, ഇനി ഈ പാഠഭാഗത്ത് മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് പോളിമേഴ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ ആണ്. പോളിമേഴ്സ് വ്യത്യസ്ത രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് ദ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ സോഴ്സിനെ അടിസ്ഥാനമാക്കി പോളിമേഴ്സിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയാണെന്നാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ സോഴ്സ് ഏതൊക്കെയാണ് അറിയോ? പഠിച്ചിട്ടുണ്ടോ? ഏതാണ്? ഫസ്റ്റ് വൺ ഈസ് ദ നാച്ചുറൽ പോളിമേഴ്സ്. ഈ നാച്ചുറൽ പോളിമേഴ്സ് എന്തായിരിക്കും നാച്ചുറൽ പോളിമേഴ്സ്? പേരിൽ തന്നെ ഉണ്ട് അല്ലേ. എന്താവും? പോളിമേഴ്സ് ഫൗണ്ട് ഇൻ നാച്ചർ, പ്ലാന്റ് ആൻഡ് അനിമൽസ്. പ്ലാന്റ്സിലും അനിമൽസിലും നാച്ചുറലും ഒക്കെ കാണുന്ന പോളിമേഴ്സ് ആണ് ഏത്? നാച്ചുറൽ പോളിമേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്രകൃതിയിൽ നിന്നും കിട്ടുന്ന പോളിമേഴ്സ് ആണ് ഏത്? നാച്ചുറൽ പോളിമേഴ്സ് പറയുന്നത്. അതിന് എക്സാമ്പിൾ പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? എക്സാമ്പിളാണ് ഏത്? സ്റ്റാർച്ച്, സെല്ലുലോസ്, അങ്ങനെയൊക്കെ. പിന്നെ അതുപോലെ തന്നെ പ്രോട്ടീൻ, നമ്മളിൽ കാണുന്ന ശരീരത്തിൽ കാണില്ലേ, മനുഷ്യരിൽ കാണില്ലേ, മനുഷ്യരിൽ എന്നല്ല ഒരു ജീവൻ്റെ എല്ലാത്തിലും പ്രോട്ടീൻ അല്ലേ. അപ്പോൾ നാച്ചുറൽ പോളിമേഴ്സിന് എക്സാമ്പിളാണ് ഏതൊക്കെ? സ്റ്റാർച്ച്, സെല്ലുലോസ്, പ്രോട്ടീൻസ്. ഇനി രണ്ടാമത്തെ എന്തായിരിക്കും? സിന്തറ്റിക് പോളിമേഴ്സ്. ഏതായിരിക്കും? സിന്തറ്റിക് പോളിമേഴ്സ്. എന്താണ് ഈ സിന്തറ്റിക് പോളിമേഴ്സ് എന്ന് പറഞ്ഞാൽ? നാച്ചുറൽ പോളിമേഴ്സ് പറഞ്ഞാൽ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ സിന്തറ്റിക് പോളിമേഴ്സ് എന്തായിരിക്കും? ലബോറട്ടറിയിൽ ഉണ്ടാക്കുന്ന പോളിമേഴ്സ് ആണ് ഏത്? സിന്തറ്റിക് പോളിമേഴ്സ് എന്ന് പറയുന്നത്. പോളിമേഴ്സ് മെയ്ഡ് ഇൻ ലബോറട്ടറി. ഓക്കെ, അതിനുള്ള എക്സാമ്പിൾ ആണ് ഏത്? നൈലോൺ. ഏതാണ്? നൈലോൺ. ഓർത്തു വെക്കുക കേട്ടോ, നൈലോൺ. അടുത്ത ക്ലാസിഫിക്കേഷൻ ആണ് സെമി സിന്തറ്റിക് പോളിമേഴ്സ് എന്ന് പറയുന്നത്. ഏതാണ്? സെമി സിന്തറ്റിക് പോളിമേഴ്സ്.
സെമി സിന്തറ്റിക് പോളിമേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സെമി എന്നുള്ളതിൻ്റെ അർത്ഥം എന്താ? പകുതി അല്ലേ? സെമി സിന്തറ്റിക് പോളിമേഴ്സ് എന്ന് പറഞ്ഞാൽ നാച്ചുറൽ നിന്ന് കിട്ടുന്ന പോളിമേഴ്സിനെ നമ്മൾ ലബോറട്ടറിയിൽ കൊണ്ടുപോയി ഒന്ന് മോഡിഫൈ ചെയ്യാം. എന്നിട്ട് അപ്പോൾ അങ്ങനെ ഉള്ള പോളിമേഴ്സാണ് ഏത്? സെമി സിന്തറ്റിക് പോളിമേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് നമുക്ക് നോക്കി നോക്കാം. ദീസ് ആർ കെമിക്കലി മോഡിഫൈഡ് ഫോം ഓഫ് നാച്ചുറൽ പോളിമേഴ്സ്. ദീസ് ആർ കെമിക്കലി മോഡിഫൈഡ് ഫോം ഓഫ് നാച്ചുറൽ പോളിമേഴ്സ്. നാച്ചുറൽ പോളിമേഴ്സിൻ്റെ കെമിക്കലി മോഡിഫൈഡ് ഫോമാണ്. നാച്ചുറൽ പോളിമേഴ്സിൻ്റെ കെമിക്കലി മോഡിഫൈഡ് ഫോമാണ് ഏത്? സെമി സിന്തറ്റിക് പോളിമേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതിനുള്ള എക്സാമ്പിളാണ് ഏത്? റയോൺ. ഏതാണ്? റയോൺ. അപ്പം നാച്ചുറൽ പോളിമേഴ്സിൻ്റെ എക്സാമ്പിളാണ് സ്റ്റാർച്ചും പ്രോട്ടീനും. സിന്തറ്റിക്കിൻ്റെ എക്സാമ്പിളാണ് നൈലോണ്. സെമി സിന്തറ്റിക് എക്സാമ്പിളാണ് റയോണ്. ഓക്കെ, ഇനി ഇതാണ് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ സോഴ്സ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ മോഡ് ഓഫ് പോളിമറൈസേഷൻ. മോഡ് ഓഫ് പോളിമറൈസേഷൻ ടെക്സ്റ്റ് ബുക്കിൽ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ സ്ട്രക്ചർ ഉണ്ട്, പക്ഷെ അത് ഇമ്പോർട്ടൻ്റ് അല്ല. പരീക്ഷയ്ക്ക് അങ്ങനെ അതിൽ നിന്നൊന്നും ചോദ്യം കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞാനത് ഡിസ്കസ് ചെയ്യാത്തത്. ഇനിയിപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ മോഡ് ഓഫ് പോളിമറൈസേഷൻ. എന്താണ് മോഡ് ഓഫ് പോളിമറൈസേഷൻ എന്ന് പറഞ്ഞാൽ? അവ പോളിമറൈസ് ചെയ്യുന്ന രീതി അല്ലേ, അതാണ് മോഡ് ഓഫ് പോളിമറൈസേഷൻ പറയുന്നത്. എങ്ങനെയാണ് നമുക്ക് നോക്കി നോക്കാം. അവ ഏതൊക്കെ തരത്തിലാണ് പോളിമറൈസ് ചെയ്യുന്നത്, മോണോമർ യൂണിറ്റുകൾ എങ്ങനെയൊക്കെയാണ് പോളിമറായിട്ട് മാറുന്നത് എന്നാണ്. ഒന്നാമത്തെ ടൈപ്പാണ് അഡീഷൻ പോളിമേഴ്സ് എന്ന് പറയുന്നത്. ഏതാണ്? അഡീഷൻ പോളിമേഴ്സ്. എന്താ അഡീഷൻ പോളിമേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആ പേരിൽ തന്നെ ഉണ്ട് ഇല്ലേ? ഇത് ഇവിടെ നോക്കുക എല്ലാവരും. മോണോമർ യൂണിറ്റിനെയാണ് ഞാൻ ഈ എം എന്ന് ഇവിടെ കാണിക്കണേ കേട്ടോ. മോണോമർ യൂണിറ്റ് സിമ്പിളായിട്ട് ഇങ്ങനെ ആഡ് ചെയ്ത് ഇങ്ങനെ പോളിമർ ആവുക. അതാണ് ഏതിൽ? അഡീഷൻ. അത്തരത്തിലുള്ള പോളിമേഴ്സാണ് ഏതിൽ വിടുക? അഡീഷൻ പോളിമേഴ്സ് എന്ന് പറയാം. പോളിമേഴ്സിൽ വിടുക. അപ്പോൾ ഇറ്റ് ഈസ് ഫോംഡ് ബൈ ദി റിപ്പീറ്റഡ് അഡീഷൻ ഓഫ് മോണോമർ യൂണിറ്റ്. മോണോമർ യൂണിറ്റിൻ്റെ റിപ്പീറ്റഡ് അഡീഷൻ വഴി മോണോമർ യൂണിറ്റ് റിപ്പീറ്റ് ചെയ്ത് ആഡ് ചെയ്ത് ഇങ്ങനെ ഉണ്ടാകുന്ന പോളിമറാണ് ഏത്? അഡീഷൻ പോളിമേഴ്സ് എന്ന് പറയുന്നത്. കിട്ടിയല്ലോ? അതിനുള്ള എക്സാമ്പിളാണ് പോളിത്തീൻ. പോളിത്തീൻ കേട്ടിട്ടില്ലേ? പോളിത്തീനും പോളിപ്രൊപ്പീനും. പോളിത്തീൻ, പോളിപ്രൊപ്പീൻ, PVC ഇതൊക്കെ ഏതാണ്? അഡീഷൻ പോളിമേഴ്സിന് ഉള്ള എക്സാമ്പിളുകളാണ്. എന്താ അഡീഷൻ പോളിമേഴ്സ് എന്ന് മനസ്സിലായല്ലോ അല്ലേ? മോണോമർ യൂണിറ്റ് സിമ്പിളായിട്ട് ഇങ്ങനെ ആഡ് ചെയ്ത് പോകുന്നത്. ഇനി കണ്ടൻസേഷൻ പോളിമേഴ്സ് എന്താണെന്നാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. രണ്ടാമത്തെ ടൈപ്പ്. എന്താണ് ഈ കണ്ടൻസേഷൻ എന്ന് പറഞ്ഞാൽ? കേട്ടിട്ടുണ്ടോ കണ്ടൻസേഷൻ എന്താന്ന്? ഈ കണ്ടൻസേഷൻ പോളിമേഴ്സിൽ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. രണ്ട് മോണോമർ യൂണിറ്റുകൾ ഇങ്ങനെ വന്ന് കൂടിച്ചേരും. ആ സമയത്ത് ഈ ഇങ്ങനെ കൂടിച്ചേരുന്ന സമയത്ത് ഇവിടെ നിന്നും H2Oയോ HClോ NH3യോ ഒക്കെ ഏതെങ്കിലും ഒന്ന് റിലീസ് ചെയ്ത് പോവുക, എലിമിനേറ്റ് ചെയ്ത് പോകുന്ന റിയാക്ഷനാണ് നമ്മൾ കണ്ടൻസേഷൻ റിയാക്ഷൻ എന്ന് പറയുക. അങ്ങനെ ഉണ്ടാകുന്ന പോളിമേഴ്സാണ് ഏതിൽ പെടുക? കണ്ടൻസേഷൻ പോളിമേഴ്സിൽ പെടുക. ഓക്കെ, ഇപ്പോൾ രണ്ട് മോണോമർ യൂണിറ്റുകൾ കൂടിച്ചേരുന്ന സമയത്ത് അവിടെ രണ്ട് മോണോമർ യൂണിറ്റുകൾ ഇങ്ങനെ കൂടിച്ചേരുന്ന പോളിമറൈസ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്തുണ്ടാവും? H2Oയോ HClോ NH3യോ ഒക്കെ എലിമിനേറ്റ് ഇത് പോകുന്നതിനെയാണ് നമ്മൾ അത്തരത്തിലുള്ള ഉണ്ടാവുന്ന പോളിമേഴ്സിനെയാണ് നമ്മൾ കണ്ടൻസേഷൻ പോളിമേഴ്സ് എന്ന് പറയാം. അപ്പോൾ എങ്ങനെ എന്ത് പറയാം നമുക്ക്? ഫോംഡ് ബൈ എ സീരീസ് ഓഫ് കണ്ടൻസേഷൻ റിയാക്ഷൻ ബിറ്റ്വീൻ മോണോമർ യൂണിറ്റ് അല്ലേ? മോണോമർ യൂണിറ്റുകൾക്കിടയിൽ കണ്ടൻസേഷൻ റിയാക്ഷൻ നടന്നിട്ടാണ് ഏതുണ്ടാവുന്നത്? കണ്ടൻസേഷൻ പോളിമേഴ്സ് ഉണ്ടാകുന്നത്. ഇതിനുള്ള എക്സാമ്പിളാണ് ഏത്? നൈലോൺ 66. ഏതാണ്? നൈലോൺ 66. അതൊരു കണ്ടൻസേഷൻ പോളിമറാണ്. ഇത് ഓർത്തു വെക്കുക കേട്ടോ. നൈലോൺ 66 കണ്ടൻസേഷൻ പോളിമറാണ് എന്നുള്ളത് ഓർത്തു വെക്കുക. പോളിത്തീനാണ് അഡീഷൻ പോളിമറിന് ഉള്ള എക്സാമ്പിളൊന്നും ഓർത്തു വെക്കാം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്
ഇനി നമ്മുടെ ടെക്സ്റ്റിൽ പറയുന്നത് ഒരുപാട് പോളിമേഴ്സും ആ പോളിമേഴ്സിൻ്റെ ഒക്കെ മോണോമേഴ്സും പറയുന്നുണ്ട്. അതെങ്ങനെയാണ് അവർ പറയുന്നത് വെച്ചാൽ ഈ മോണോമേഴ്സ് കൂടി ചേർന്നിട്ടില്ലേ പോളിമേഴ്സ് ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ റിയാക്ഷനൊക്കെ കംപ്ലീറ്റ് ആയിട്ട് അവർ വിശദീകരിച്ച് പറയുന്നുണ്ട്. നമുക്ക് അത്രയൊന്നും വേണ്ട. അപ്പോൾ നമുക്ക് ഇപ്പം നോക്കാനുള്ളത് ഓരോ പോളിമറിൻ്റെയും മോണോമർ യൂണിറ്റ് എങ്ങനെയാണ് എന്നാണ്, എന്തായിരിക്കും എന്നാണ് നമുക്ക് ഇനി പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അതിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നത് 2 കോളാക്കി വരയ്ക്കാം കേട്ടോ. നോട്ട് ഇപ്പോൾ തന്നെ എഴുതുന്നോളൂ എഴുതുക, അല്ലാത്തവർക്ക് നോട്ട് സെൻഡ് ചെയ്ത് തരും. പോളിമറും മോണോമറും എന്താണെന്ന് നോക്കാം നമുക്ക്. ലോ ഡെൻസിറ്റി ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പോളിമറാണ് ലോ ഡെൻസിറ്റി പോളിത്തീൻ പറയുന്നത്. ഇവിടെ നമ്മൾ പഠിച്ചില്ലേ പോളിത്തീൻ, ആ പോളിത്തീൻ തന്നെയാണ് ഇവിടെ പറയുന്നത്, ലോ ഡെൻസിറ്റി പോളിത്തീൻ. ഈ പോളിത്തീൻ്റെ മോണോമർ യൂണിറ്റ് ഏതായിരിക്കും അറിയോ? എഥിലീൻ. ഏതാണ്? എഥിലീൻ. പോളിത്തീൻ്റെ മോണോമർ യൂണിറ്റ് എഥിലീൻ. ഇപ്പം തന്നെ അങ്ങോട്ട് ഓർത്ത് വെക്കുക, പഠിച്ചു വെക്കുക കേട്ടോ. അപ്പോൾ പോളിത്തീൻ്റെ മോണോമർ യൂണിറ്റ് ഏതാണ്? എഥിലീൻ. ഇത് ഉപയോഗിക്കുന്നത് എവിടെയാണ്? ഇലക്ട്രിക് വയേഴ്സിലൊക്കെയാണ് ഈ പോളിത്തീന് ഉപയോഗിക്കുന്നത്. ഓക്കെ, അതിൻ്റെ യൂസ് അങ്ങനെ ചോദിക്കാറില്ല, പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. ലോ ഡെൻസിറ്റി പോളിത്തീൻ ഉപയോഗിക്കുന്നത് ഇലക്ട്രിക് വയേഴ്സിൽ, ടോയ്സിൽ അങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഇനി അടുത്ത മോണോമറാണ് ടെഫ്ലോൺ പറയുന്നത്. ഏതാണ്? ടെഫ്ലോൺ. ഈ അടുത്ത പോളിമർ മോണോമറിൻ്റെ ടെഫ്ലോണിൻ്റെ മോണോമർ ഏതായിരിക്കും? ടെട്രാഫ്ലൂറോ എഥിലീൻ. എന്താണ്? ടെട്രാഫ്ലൂറോ എഥിലീൻ. ടെട്രാഫ്ലൂറോ എഥിലീൻ ആണ് ടെഫ്ലോണിൻ്റെ മോണോമർ യൂണിറ്റ്. ഓക്കെ, അപ്പോൾ ഈ പേരിൽ തന്നെ ഉണ്ട് ടെട്രാ ഫ്ലൂറോ അല്ലേ, ടെഫ്ലോ എന്ന് പറയുന്ന ആ പേരിൽ തന്നെ ഉണ്ട് ടെട്രാഫ്ലൂറോ എഥിലീൻ. ഓർത്ത് വെക്കുക. ഇതെവിടെയാണ്? ഈ ടെഫ്ലോൺ ഒരു ടഫ് മെറ്റീരിയൽ ആണ്. ഇത് ഫ്രൈയിങ് പാൻസിൻ്റെ കോട്ടിങ്ങിലൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത്, ഈ ടെഫ്ലോൺ. ഇനി അടുത്ത പോളിമറാണ് ഏത്? പോളി അക്രിലോ നൈട്രിൽ. ഏതാ? പോളി അക്രിലോ നൈട്രിൽ. പോളി അക്രിലോ നൈട്രിൽ പറഞ്ഞാൽ ഏതാണ്? എന്തായിരിക്കും അതിൻ്റെ മോണോമർ പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? ഈ പോളി അല്ല പോളിമർ ആണെന്നുണ്ടെങ്കിൽ ഈ പോളിനെ നമ്മൾ ഇവിടെ നിന്നിട്ട് ഒഴിവാക്കിയാൽ ബാക്കി കിട്ടുന്നതാണ് ഏത്? അതിൻ്റെ മോണോമർ ഉണ്ടാവുക. അപ്പോൾ പോളി അക്രിലോ നൈട്രിലിൻ്റെ മോണോമർ ഏതായിരിക്കും? അക്രിലോ നൈട്രിൽ അല്ലേ, അക്രിലോ നൈട്രിൽ. ഇനി ഇത് ഉപയോഗിക്കുന്നത് അക്രിലോൺ ഫൈബേഴ്സ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പോളി അക്രിലോ നൈട്രിൽ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത പോളിമറാണ് പോളിസ്റ്റൈറീൻ. കേട്ടിട്ടില്ലേ പോളിസ്റ്റൈറീൻ? ഈ പോളിസ്റ്റൈറീൻ പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ മോണോമർ അപ്പം എന്തായിരിക്കും? ഈ പേരിൽ തന്നെ ഉണ്ട് അല്ലേ. എന്താണ്? ഈ പോളി അങ്ങോട്ട് ഒഴിവാക്കുക, അപ്പോൾ ഏതായിരിക്കും? സ്റ്റൈറീൻ അല്ലേ. അത് ഇനി അടുത്ത പോളിമറാണ് പോളിവിനൈൽ ക്ലോറൈഡ്. എന്താ ഇത്? ഷോർട്ട് PVC. കേട്ടിട്ടില്ലേ PVC? എന്താ? ഇപ്പോൾ PVCയുടെ മോണോമർ എന്തായിരിക്കും? അപ്പോൾ വിനൈൽ ക്ലോറൈഡ്. ഇതിലുള്ള പോളി അങ്ങോട്ട് മാറ്റിയ പോലെ പോളിവിനൈൽ ക്ലോറൈഡ് ആണ്. അപ്പോൾ അതിൻ്റെ മോണോമർ ഏതായിരിക്കും? വിനൈൽ ക്ലോറൈഡ്. ഏതാണ്? വിനൈൽ ക്ലോറൈഡ്. ഇത് എന്തിനാ ഉപയോഗിക്കുന്നത് അറിയോ? ഈ റെയിൻ കോട്ട്, ഹാൻഡ് ബാഗ് അതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വിനൈൽ ക്ലോറൈഡ് പോളിവിനൈൽ ക്ലോറൈഡ് PVC ഉപയോഗിക്കുന്നത്. അടുത്ത പോളിമറാണ് ഏത്? പോളിപ്രൊപ്പീൻ. പോളി ഇല്ലതാ പരീക്ഷയ്ക്ക് ചോദിച്ചാൽ നിങ്ങൾ രക്ഷപ്പെട്ടു. ആ പോളി കണ്ട് ഒഴിവാക്കിയാൽ ബാക്കിയുണ്ട് എഴുതിയാൽ മതി. ഓക്കെ, പോളിപ്രൊപ്പീന് അപ്പോൾ മോണോമർ എന്തായിരിക്കും? പോളി ഒഴിവാക്കുന്നു, ബാക്കി എന്താ ഉള്ളത്? പ്രൊപ്പീൻ അല്ലേ. ഈ പോളിപ്രൊപ്പീന് റോപ്പും ടോയ്സും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പോളിപ്രൊപ്പീന് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞത് ഏത് പോളിമേഴ്സ് ആണെന്നറിയോ? അഡീഷൻ പോളിമേഴ്സ് ആണ്. നമ്മളിവിടെ പഠിച്ചില്ലേ അഡീഷൻ പോളിമേഴ്സ് അല്ലേ. അതാണ് ഇത്രയും പറഞ്ഞത്. ഏതൊക്കെ? ലോ ഡെൻസിറ്റി പോളിത്തീൻ, ടെഫ്ലോൺ, പോളി അക്രിലോനൈട്രിൽ, പോളിസ്റ്റൈറീൻ, PVC, പോളിപ്രൊപ്പീൻ. ഇതൊക്കെ അഡീഷൻ പോളിമേഴ്സ് ആണ്. ഇത്രയാണ് ഇതിൻ്റെ മോണോമേഴ്സ്. ഇതിൻ്റെ മോണോമേഴ്സ് പഠിക്കാൻ സുഖമാണ്, ഈ പേരിൽ തന്നെ ഉണ്ട്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കണ്ടൻസേഷൻ പോളിമേഴ്സ് ആണ്. കണ്ടൻസേഷൻ പോളിമേഴ്സ്
അതിൽ ഫസ്റ്റ് വൺ ആണ് ഏത്? ഡാക്രോൺ. എന്താണ്? ഡാക്രോൺ. കണ്ടൻസേഷൻ പോളിമേഴ്സ് എന്ന് പറഞ്ഞാൽ 2 മോണോമറുകൾ കൂടി ചേർന്ന് H2O ഒക്കെ റിലീസ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഇവിടെ 2 മോണോമർ ഉണ്ടാകും. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഡാക്രോണിൻ്റെ മോണോമറാണ് എഥിലീൻ ഗ്ലൈക്കോൾ പ്ലസ് ടെറഫ്താലിക് ആസിഡ്. ഏതൊക്കെയാണ്? എഥിലീൻ ഗ്ലൈക്കോളും ടെറഫ്താലിക് ആസിഡും. അതാണ് ഡാക്രോണിൻ്റെ മോണോമേഴ്സ്. ഇത് രണ്ടും കൂടി ചേർന്നിട്ട് ഇവിടെ H2O ഒക്കെ റിലീസ് ചെയ്തിട്ടാണ് ഡാക്രോൺ ഉണ്ടാവുന്നത് എന്നർത്ഥം. ഇത് ഉപയോഗിക്കുന്നത് ഫാബ്രിക്സ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഡാക്രോൺ ഉപയോഗിക്കുന്നത്. അടുത്തത് ഗ്ലിപ്റ്റാൽ. അടുത്ത പോളിമറാണ് ഏത്? ഗ്ലിപ്റ്റാൽ എന്തൊക്കെ അറിയോ? ഈ എഥിലീൻ ഗ്ലൈക്കോളും, അതായത് ഡാക്രോൺ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന എഥിലീൻ ഗ്ലൈക്കോളും പ്ലസ് ഫ്താലിക് ആസിഡും കൂടി ചേർന്നിട്ടാണ് ഗ്ലിപ്റ്റാൽ ഉണ്ടാവുന്നത്. ഫ്താലിക് ആസിഡ്. അപ്പോൾ ഡാക്രോൺ ഉണ്ടാകുന്നത് എഥിലീൻ ഗ്ലൈക്കോളും ടെറഫ്താലിക് ആസിഡും, ഗ്ലിപ്റ്റാൽ ഉണ്ടാകുന്നതോ എഥിലീൻ ഗ്ലൈക്കോളും ഫ്താലിക് ആസിഡും. ഡാക്രോണിന് ടെറഫ്താലിക് ആസിഡാണ്, ഗ്ലിപ്റ്റാലിന് ഫ്താലിക് ആസിഡ് ആണ് എന്ന് ഓർത്തു വെക്കുക. എന്തെങ്കിലുമൊക്കെ ഒരു കോഡ് വെച്ച് നിങ്ങൾ പഠിക്കുക. ഡാക്രോണ് ടെറഫ്താലിക് ആസിഡ്, ബാക്കി എഥിലീൻ ഗ്ലൈക്കോൾ രണ്ടിലും കോമൺ ആണ് കേട്ടോ. അങ്ങനെ ഇനി അടുത്ത പോളിമർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ പരീക്ഷയ്ക്കും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്ന ഒരു പോളിമറാണ്. ഏതാണെന്നറിയോ? നൈലോൺ 66. നൈലോൺ 66ൻ്റെ മോണോമേഴ്സ് ആണ്. അതായത് അവ ഉണ്ടായിരിക്കുന്നത് ഏതൊക്കെ അറിയോ? അഡിപ്പിക് ആസിഡും, ഏത് ആസിഡാണ്? അഡിപ്പിക് ആസിഡും ഹെക്സാമെഥിലീൻ ഡയമൈനും കൂടി ചേർന്നിട്ടാണ്. ഹെക്സാമെഥിലീൻ ഡയമൈനും. ഇത് രണ്ടും കൂടി ചേർന്നിട്ടാണ് നൈലോൺ 66 ഉണ്ടായിട്ടുള്ളത്. അഡിപ്പിക് ആസിഡും ഹെക്സാമെഥിലീൻ ഡയമൈനും കൂടി ചേർന്നിട്ട്. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കൂട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പഠിച്ചു വെക്കാം. നൈലോൺ 66 ഉണ്ടായിട്ടുള്ളത് അഡിപ്പിക് ആസിഡ് പ്ലസ് ഹെക്സാമെഥിലീൻ ഡയമൈൻ അറ്റ് 553 കെൽവിൻ. അത്രയും ചൂട്, 553 കെൽവിൻ ചൂടൊക്കെ കൊടുക്കണം. പിന്നെ ഹൈ പ്രഷറൊക്കെ കൊടുത്തിട്ടാണ് ഈ അഡിപ്പിക് ആസിഡും ഹെക്സാമെഥിലീൻ ഡയമൈനും കൂടി ചേർന്നിട്ടാണ് നൈലോൺ 66 ഉണ്ടാകുന്നത്. ഓക്കെ, ഇത് ഉപയോഗിക്കുന്നത് ഇപ്പോൾ ബ്രഷും കാർപ്പറ്റുകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നൈലോൺ 66 ഉപയോഗിക്കുന്നത്. ഇനി അടുത്തത് നൈലോൺ 6 ആണ്. അടുത്ത പോളിമറാണ് നമ്മളത് ഏത്? നൈലോൺ 6. ഈ നൈലോൺ 6 എങ്ങനെ ഉണ്ടാകുന്നത് അറിയോ? കാപ്രോലാക്റ്റം എന്ന് പറഞ്ഞൊരു വസ്തുണ്ട്. എന്താണ്? കാപ്രോലാക്റ്റത്തുമ്മ കൂടി കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. കാപ്രോലാക്റ്റം വിത്ത് ട്രൈസസ് ഓഫ് വാട്ടർ, എന്നിട്ട് അത് രണ്ടും കൂടി പോളിമറൈസ് ചെയ്തിട്ടാണ് നൈലോൺ 6 ഉണ്ടാകുന്നത്. ഓക്കെ, കാപ്രോലാക്റ്റം ഇറ്റ് ഈസ് ഫോംഡ് ബൈ ദി പോളിമറൈസേഷൻ ഓഫ് കാപ്രോലാക്റ്റത്തിൻ്റെ പോളിമറൈസേഷൻ നടന്നിട്ടാണ് എന്ത്? വിത്ത് ട്രൈസസ് ഓഫ് വാട്ടറിൻ്റെ കൂടെ കാപ്രോലാക്റ്റം പോളിമറൈസേഷൻ നടന്നിട്ടാണ് നൈലോൺ 6 ഉണ്ടാവുന്നത്. ഓക്കെ, ഇത് ഉണ്ടാവുന്നത് എന്തിനാണ് ഉപയോഗിക്കുന്നത്? റോപ്പും ടയർ കോഡ്സുകളും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ നൈലോൺ 6 നമ്മൾ ഉപയോഗിക്കുന്നത്. അടുത്തതാണ് ബാക്ക്ലൈറ്റ്. അടുത്ത പോളിമറാണ് ഏതാണ്? ബാക്ക്ലൈറ്റ്. ഈ ബാക്ക്ലൈറ്റ് എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നറിയോ? ബാക്ക്ലൈറ്റ് ഉപയോഗിക്കുന്നത് ഇലക്ട്രിക്കൽ സ്വിച്ചില്ലേ, നമ്മുടെ സ്വിച്ചുകളും പ്ലഗുകളും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബാക്ക്ലൈറ്റ് എന്ന് പറഞ്ഞ പോളിമർ ഉപയോഗിക്കുന്നത്. ഇനി ഇത് ഇതിൻ്റെ മോണോമർ എങ്ങനെയായിരിക്കും? ഫോമാൽഡിഹൈഡ്, നൊവോലാക്ക് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. നൊവോലാക്കിനെ ഫോമാൽഡിഹൈഡുമായിട്ട് ഹീറ്റ് ചെയ്യാം. നൊവോലാക്കും ഫോമാൽഡിഹൈഡും കേട്ടോ. നൊവോലാക്ക് ഓൺ ഹീറ്റിംഗ് വിത്ത് ഫോമാൽഡിഹൈഡ്. അതാണ് ബാക്ക്ലൈറ്റിൻ്റെ മോണോമേഴ്സ്. ഇത്രയാണ്
ഏത് കണ്ടൻസേഷൻ പോളിമേഴ്സ്. ഏതൊക്കെ? ഡാക്രോണും ഗ്ലിപ്റ്റാലും നൈലോൺ 66ഉം നൈലോൺ 6ഉം ബാക്ക്ലേറ്റും. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയത് ഈ ഭാഗമാണ്. ഏതൊക്കെയാണ്? നൈലോൺ 66ഉം നൈലോൺ 6ഉം. ഇത് ഇമ്പോർട്ടൻ്റ് ആട്ടോ. അതിൻ്റെ മോണോമേഴ്സ് അല്ലെങ്കിൽ ഇത് എങ്ങനെ ഈ നൈലോൺ 6 എന്തൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്? അഡിപ്പിക് ആസിഡും ഹെക്സാമെഥിലിൻ ഡൈയമൈനും കൂടി 553 കെൽവിനിലും ഹൈ പ്രഷറിലും ഇട്ടിട്ട് മിക്സ് ചെയ്യുമ്പോഴാണ് ഈ നൈലോൺ 66 ഉണ്ടാവുന്നത്. നൈലോൺ 6ഓ ക്രാപ്റ്റോലാക്ടം പ്ലസ് ട്രൈസ് എമൗണ്ട് ഓഫ് വാട്ടർ. ഇത് രണ്ടും കൂടി പോളിമറൈസേഷൻ നടക്കുമ്പോഴാണ് നൈലോൺ 6 ഉണ്ടാവുന്നത്. ഓക്കെ, ഇത്രയാണ് കണ്ടൻസേഷൻ പോളിമേഴ്സ്, ഇത്രയാണ് അഡീഷൻ പോളിമേഴ്സ്. ഇതിൻ്റെ മോണോമേഴ്സ് പഠിച്ചു വെക്കാം, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത് വേറൊരു ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ്. ഏതറിയോ? ഹോമോ പോളിമേഴ്സും കോ പോളിമേഴ്സും. പോളിമേഴ്സിനെ രണ്ടായിട്ട് വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അവയാണ് ഹോമോ പോളിമേഴ്സും കോ പോളിമേഴ്സും. ഇത് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുണ്ട് കേട്ടോ. വാട്ട് ഈസ് കോ പോളിമേഴ്സ് അല്ലെങ്കിൽ വാട്ട് ഈസ് ഹോമോ പോളിമേഴ്സ് എന്ന് ചോദിക്കാറുണ്ട്. എന്തായിരിക്കും ഹോമോ പോളിമേഴ്സ് എന്ന് പറഞ്ഞാൽ? എന്തായിരിക്കും? ആ പേരിൽ തന്നെ ഉണ്ട്, ഹോമോ അല്ലേ? ഹോമോ എന്ന് പറഞ്ഞാൽ എന്താ? ഹോമോയും ഹെട്രോയും ഒക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ? ഹോമോ പറഞ്ഞാൽ എന്താ? സെയിം എന്നാണ് അർത്ഥം. അപ്പോൾ ഹോമോ പോളിമേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരേ ടൈപ്പ് മോണോമേഴ്സ് കൂടിച്ചേർന്നിട്ട് അല്ലെങ്കിൽ പോളിമറൈസേഷൻ നടന്ന് ഉണ്ടാകുന്ന പോളിമേഴ്സ് ആണ് ഹോമോ പോളിമേഴ്സ് എന്ന് പറയുക. ഹോമോ പോളിമേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സെയിം മോണോമേഴ്സ് ആയിരിക്കും അവിടെ ഉണ്ടാവുക. സെയിം മോണോമർ യൂണിറ്റ്സുകൾ പോളിമറൈസേഷൻ നടന്നിട്ട് ഉണ്ടാകുന്ന പോളിമേഴ്സ് ആണ് ഏത് വിഭാഗത്തിൽ പെടുക? ഹോമോ പോളിമേഴ്സിൽ വരിക. അതിനുള്ള എക്സാമ്പിൾ ഇതിൽ നിന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഏതാ? ഇപ്പോൾ നോക്കി നോക്കൂ, അഡീഷൻ പോളിമേഴ്സ് നോക്കി നോക്കുക. അഡീഷൻ പോളിമേഴ്സ് എന്താണ്? ഒരേ ടൈപ്പ് മോണോമർ യൂണിറ്റുകൾ ഇങ്ങനെ കൂടിച്ചേർന്നിട്ടല്ലേ ഉണ്ടാവുന്നത്. ഇവിടെ നോക്കി നോക്ക്, ലോ ഡെൻസിറ്റി പോളിത്തീൻ, അവിടെ എന്താണ്? എഥിലീൻ മാത്രം ഇങ്ങനെ കൂടിച്ചേർന്നിട്ടാണ് ഈ ലോ ഡെൻസിറ്റി പോളിത്തീൻ ഉണ്ടാവുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ എന്താണ്? ഒരേ ടൈപ്പ് മോണോമർ യൂണിറ്റ് ആണ്, എഥിലീൻ മാത്രമുള്ള അവിടെ ഉണ്ടാവുക അല്ലേ? ഇപ്പോൾ PVCയിലാണെങ്കിൽ വിനൈൽ ക്ലോറൈഡ് മാത്രം ഉണ്ടാവുക അല്ലേ? അപ്പോൾ ഒരേ ടൈപ്പ് മോണോമർ യൂണിറ്റ് കൂടിച്ചേർന്നിട്ട് ഉണ്ടാവുന്ന പോളിമേഴ്സ് ആണ് ഇതിൽ പെടുക, ഹോമോ പോളിമേഴ്സ്. അപ്പോൾ ഇതിനുള്ള എക്സാമ്പിൾ നമുക്ക് ഇതിൽ നിന്ന് തന്നെ പറയാം. ഏതൊക്കെ പറയാം? ലോ ഡെൻസിറ്റി പോളിത്തീൻ പറയാം, ടെഫ്ലോൺ പറയാം, PVC പറയാം, ഏതും പറയാം. ഏത് അഡീഷണൽ പോളിമേഴ്സും ഹോമോ പോളിമേഴ്സ് ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പോൾ കോ പോളിമേഴ്സ് എന്തായിരിക്കും? ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? ഡിഫറൻറ്റ് മോണോമേഴ്സ് പോളിമറൈസേഷൻ നടന്നിട്ടായിരിക്കും അവിടെ ഉണ്ടാവുക. ഏതാണ്? ഡിഫറൻറ്റ് പോളിമേഴ്സ് ഫോംഡ് ബൈ ദി പോളിമറൈസേഷൻ ഓഫ് 2 or more ഡിഫറൻറ്റ് മോണോമേഴ്സ്. ഡിഫറൻറ്റ് മോണോമേഴ്സ് കൂടിച്ചേർന്നിട്ട് അല്ലെങ്കിൽ പോളിമറൈസ് ചെയ്തിട്ട് ഉണ്ടാകുന്ന പോളിമേഴ്സ് ആണ് ഇത് കോ പോളിമേഴ്സ് എന്ന് പറയുന്നത്. അത് ഇതിനൊരു എക്സാമ്പിൾ ഇതിൽ നിന്ന് പറഞ്ഞൂടെ? ഏതായിരിക്കും? അഡീഷൻ പോളിമേഴ്സ് ആയിരിക്കുമോ? അല്ല, ഏതായിരിക്കും? കണ്ടൻസേഷൻ പോളിമേഴ്സ് അല്ലേ? ഇപ്പോൾ അതിനൊരു എക്സാമ്പിൾ നമ്മൾ നൈലോൺ 66 തന്നെ പഠിച്ചാൽ പോരെ? ഏതായാലും അഡിപ്പിക് ആസിഡും ഹെക്സാമെഥിലിൻ ഡൈയമൈനും, ആ 2 മോണോമറും ഉണ്ട് അല്ലേ? അഡിപ്പിക് ആസിഡ് എന്ന് പറഞ്ഞ ഒരു മോണോമറും ഉണ്ട്, ഹെക്സാമെഥിലിൻ ഡൈയമൈൻ പറഞ്ഞ വേറൊരു മോണോമറും ഉണ്ട് അല്ലേ? അപ്പോൾ ഇതിന് എക്സാമ്പിൾ ഏത് കൊടുക്കാം നമുക്ക്? നൈലോൺ 66 അല്ലെങ്കിൽ നൈലോൺ 6 ഏത് വേണമെങ്കിലും പറ്റും. ബാക്ക് ലൈറ്റ് കൊടുക്കാം, ഗ്ലിപ്റ്റാൽ കൊടുക്കാം, ഡാക്രോൺ കൊടുക്കാം, ഏതും കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ഹോമോ പോളിമേഴ്സും കോ പോളിമേഴ്സും മനസ്സിലായില്ലേ? ഓക്കെ, ഹായ് ഫ്രണ്ട്സ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ നമ്മൾ പഠിച്ചത്? ഏത് ചാപ്റ്റർ ആയിരുന്നു? കെമിസ്ട്രി ഇൻ എവരിഡേ ലൈഫ് അല്ലേ? ഒരു സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആയിരുന്നു അല്ലേ? നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്? അതിൽ ആദ്യം നമ്മൾ പഠിച്ചത് ടൈപ്സ് ഓഫ് ഡ്രഗ്സിൻ്റെ ടൈപ്പ് അല്ലേ? പിന്നെന്താ പഠിച്ചത്? അതിൽ 6 ടൈപ്പ് ഡ്രഗ് ഉണ്ട് അല്ലേ? പിന്നെ ഏതാ പഠിച്ചത്? പിന്നെ സോപ്പിന് മുമ്പ് ആർട്ടിഫിഷ്യൽ, ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്യണം കേട്ടോ ഞാൻ. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഏതായിരുന്നു ഡിസ്കസ് ചെയ്തത്? ഏത് ചാപ്റ്റർ ആയിരുന്നു? കെമിസ്ട്രി ഇൻ എവരിഡേ ലൈഫ് അല്ലേ?
അത് സിമ്പിളായിട്ടുള്ളൊരു ചാപ്റ്റർ ആയിരുന്നു അല്ലേ. നമ്മൾ അതിൽ ഏതൊക്കെ ഭാഗമാണ് പഠിച്ചത്? നമ്മൾ 3 കാര്യങ്ങൾ അതിൽ പഠിച്ചത് ഇല്ലേ. ഏതൊക്കെയായിരുന്നു? ആദ്യം ടൈപ്സ് ഓഫ് ഡ്രഗ്സ് ഇല്ലേ, 6 ടൈപ്പ് ഡ്രഗ് പഠിച്ചു അല്ലേ. അതിൽ ഇമ്പോർട്ടൻ്റ് ആണ് ഒന്ന് ഏത്? അനാൽജസിക്സ്. പിന്നെ ആൻറ്റി മൈക്രോബിയൽസിൽ അതിൽ ആൻറ്റിസെപ്റ്റിക്സും ഡിസിൻഫെക്റ്റൻറ്റും അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതിൽ പഠിച്ചത് ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നേഴ്സ് അല്ലേ. അതിൽ ആ സക്കാരിൻ, അലീറ്റയും തുടങ്ങിയ ആ 4 പേരുകൾ അതും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ പഠിച്ചത് സോപ്പും ഡിറ്റർജൻസും ഇല്ലേ. സോപ്പ് എന്താണ്? ആ സോപ്പിൻ്റെ റിയാക്ഷൻ എന്താണ്? എന്താ റിയാക്ഷൻ്റെ പേര്? സാപ്പോണിഫിക്കേഷൻ റിയാക്ഷൻ അല്ലേ. അത് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെക്കുക, മറക്കരുത്. സാപ്പോണിഫിക്കേഷൻ റിയാക്ഷൻ. പിന്നെ നമ്മൾ ഡിറ്റർജൻസ് എന്താണെന്ന് പഠിച്ചു. ഡിറ്റർജൻസ് 3 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണ്? കാറ്റയോണിക് ഡിറ്റർജൻസും ആനയോണിക് ഡിറ്റർജൻസും പിന്നെ നോൺ അയോണിക് ഡിറ്റർജൻസും. അങ്ങനെ 3 തരത്തിലുള്ള ഡിറ്റർജൻസ് നമ്മൾ പഠിച്ചു. ഇന്ന് നമ്മൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു. മനസ്സിലായിട്ടില്ലെങ്കിൽ അറിയിക്കുക, ശ്രദ്ധിച്ച് പഠിക്കുക. ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ തന്നെ ആ ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. ഓക്കെ, ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ചാപ്റ്ററാണ് ഏത്? പോളിമേഴ്സ് പറയുന്നത്. സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്ററാണ് പോളിമേഴ്സ്. എന്താ പോളിമേഴ്സ് എന്ന് പറഞ്ഞാൽ? പോളിമേഴ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്കറിയോ? എന്താ പോളിമേഴ്സ് എന്ന് പറഞ്ഞാൽ? ലാർജ് കോമ്പൗണ്ട്സ് ആണ് അല്ലേ. വലിയ കോമ്പൗണ്ട്സ് ആണ് ഏത്? പോളിമേഴ്സ് എന്ന് പറയുന്നത്. ഈ ലാർജ് കോമ്പൗണ്ട് ആയിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക? ഇപ്പോൾ ചുമര് എന്ന് പറയുന്നത് വലിയൊരു സാധനമാണ് അല്ലേ. ഈ ചുമര് ഉണ്ടായിട്ടുള്ളത് എങ്ങനെയാണ്? കല്ലുകൾ ഇങ്ങനെ പടുത്ത് വെച്ചിട്ടാണ് അല്ലേ. പിന്നെ മാല കോർത്തതാണെന്നുണ്ടെങ്കിലും അതെങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്? മുത്തുകൾ കൊണ്ട് ഇങ്ങനെ കോർത്ത് വെച്ചിട്ടാണ് അല്ലേ. അപ്പോൾ ഈ പോളിമറും എങ്ങനെയാണ് ഉണ്ടായിട്ടുണ്ടാവുക? പോളിമർ എന്ന് പറയുന്നത് മോണോമേഴ്സ് ഉണ്ട്. മോണോമർ യൂണിറ്റുകൾ കൂടി ചേർന്നിട്ടാണ് ഈ പോളിമേഴ്സ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ പോളിമേഴ്സ് ആർ ഫോംഡ് ബൈ ദി യൂണിയൻ ഓഫ് മോണോമേഴ്സ്. മോണോമേഴ്സ് കൂടി ചേർന്നിട്ടാണ് യുണൈറ്റ് ചെയ്തിട്ടാണ് പോളിമേഴ്സ് ഉണ്ടായിട്ടുള്ളത്. അത് ഓർത്ത് വെക്കുക. ഇപ്പം കല്ലിൻ്റെ ഒക്കെ സ്ഥാനത്ത് ആരാണ് ഈ പോളിമറിൽ? മോണോമേഴ്സ് ആണ്. മോണോമേഴ്സ് ആർ ദി ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് പോളിമേഴ്സ്, അങ്ങനെ നമുക്ക് പറയാം. ഓക്കെ, ഇനി ഈ പാഠഭാഗത്ത് മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് പോളിമേഴ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ ആണ്. പോളിമേഴ്സ് വ്യത്യസ്ത രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് ദ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ സോഴ്സിനെ അടിസ്ഥാനമാക്കി പോളിമേഴ്സിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയാണെന്നാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ സോഴ്സ് ഏതൊക്കെയാണ് അറിയോ? പഠിച്ചിട്ടുണ്ടോ? ഏതാണ്? ഫസ്റ്റ് വൺ ഈസ് ദ നാച്ചുറൽ പോളിമേഴ്സ്. ഈ നാച്ചുറൽ പോളിമേഴ്സ് എന്തായിരിക്കും നാച്ചുറൽ പോളിമേഴ്സ്? പേരിൽ തന്നെ ഉണ്ട് അല്ലേ. എന്താവും? പോളിമേഴ്സ് ഫൗണ്ട് ഇൻ നാച്ചർ, പ്ലാന്റ് ആൻഡ് അനിമൽസ്. പ്ലാന്റ്സിലും അനിമൽസിലും നാച്ചുറലും ഒക്കെ കാണുന്ന പോളിമേഴ്സ് ആണ് ഏത്? നാച്ചുറൽ പോളിമേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്രകൃതിയിൽ നിന്നും കിട്ടുന്ന പോളിമേഴ്സ് ആണ് ഏത്? നാച്ചുറൽ പോളിമേഴ്സ് പറയുന്നത്. അതിന് എക്സാമ്പിൾ പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? എക്സാമ്പിളാണ് ഏത്? സ്റ്റാർച്ച്, സെല്ലുലോസ്, അങ്ങനെയൊക്കെ. പിന്നെ അതുപോലെ തന്നെ പ്രോട്ടീൻ, നമ്മളിൽ കാണുന്ന, ശരീരത്തിൽ കാണില്ലേ, മനുഷ്യരിൽ കാണില്ലേ, മനുഷ്യരിൽ എന്നല്ല, ഒരു ജീവൻ്റെ എല്ലാത്തിലും പ്രോട്ടീൻ അല്ലേ. അപ്പോൾ നാച്ചുറൽ പോളിമേഴ്സിന് എക്സാമ്പിളാണ് ഏതൊക്കെ? സ്റ്റാർച്ച്, സെല്ലുലോസ്, പ്രോട്ടീൻസ്. ഇനി രണ്ടാമത്തെ എന്തായിരിക്കും? സിന്തറ്റിക് പോളിമേഴ്സ്. ഏതായിരിക്കും? സിന്തറ്റിക് പോളിമേഴ്സ്. എന്താണ് ഈ സിന്തറ്റിക് പോളിമേഴ്സ് എന്ന് പറഞ്ഞാൽ? നാച്ചുറൽ പോളിമേഴ്സ് പറഞ്ഞാൽ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ സിന്തറ്റിക് പോളിമേഴ്സ് എന്തായിരിക്കും? ലബോറട്ടറിയിൽ ഉണ്ടാക്കുന്ന പോളിമേഴ്സ് ആണ് ഏത്? സിന്തറ്റിക് പോളിമേഴ്സ് എന്ന് പറയുന്നത്. പോളിമേഴ്സ് മെയ്ഡ് ഇൻ ലബോറട്ടറി. ഓക്കെ, അതിനുള്ള എക്സാമ്പിൾ ആണ് ഏത്? നൈലോൺ. ഏതാണ്? നൈലോൺ. ഓർത്തു വെക്കുക കേട്ടോ, നൈലോൺ. അടുത്ത ക്ലാസിഫിക്കേഷൻ ആണ് സെമി സിന്തറ്റിക് പോളിമേഴ്സ് എന്ന് പറയുന്നത്. ഏതാണ്? സെമി സിന്തറ്റിക് പോളിമേഴ്സ്.
സെമി സിന്തറ്റിക് പോളിമേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സെമി എന്നുള്ളതിൻ്റെ അർത്ഥം എന്താ? പകുതി അല്ലേ? സെമി സിന്തറ്റിക് പോളിമേഴ്സ് എന്ന് പറഞ്ഞാൽ നാച്ചുറൽ നിന്ന് കിട്ടുന്ന പോളിമേഴ്സിനെ നമ്മൾ ലബോറട്ടറിയിൽ കൊണ്ടുപോയി ഒന്ന് മോഡിഫൈ ചെയ്യാം. എന്നിട്ട് അപ്പോൾ അങ്ങനെ ഉള്ള പോളിമേഴ്സാണ് ഏത്? സെമി സിന്തറ്റിക് പോളിമേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് നമുക്ക് നോക്കി നോക്കാം. ദീസ് ആർ കെമിക്കലി മോഡിഫൈഡ് ഫോം ഓഫ് നാച്ചുറൽ പോളിമേഴ്സ്. ദീസ് ആർ കെമിക്കലി മോഡിഫൈഡ് ഫോം ഓഫ് നാച്ചുറൽ പോളിമേഴ്സ്. നാച്ചുറൽ പോളിമേഴ്സിൻ്റെ കെമിക്കലി മോഡിഫൈഡ് ഫോമാണ്. നാച്ചുറൽ പോളിമേഴ്സിൻ്റെ കെമിക്കലി മോഡിഫൈഡ് ഫോമാണ് ഏത്? സെമി സിന്തറ്റിക് പോളിമേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതിനുള്ള എക്സാമ്പിളാണ് ഏത്? റയോൺ. എന്താണ്? റയോൺ. അപ്പം നാച്ചുറൽ പോളിമേഴ്സിൻ്റെ എക്സാമ്പിളാണ് സ്റ്റാർച്ചും പ്രോട്ടീനും. സിന്തറ്റിക്കിൻ്റെ എക്സാമ്പിളാണ് നൈലോണ്. സെമി സിന്തറ്റിക് എക്സാമ്പിളാണ് റയോണ്. ഓക്കെ, ഇനി ഇതാണ് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ സോഴ്സ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ മോഡ് ഓഫ് പോളിമറൈസേഷൻ. മോഡ് ഓഫ് പോളിമറൈസേഷൻ ടെക്സ്റ്റ് ബുക്കിൽ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ സ്ട്രക്ചർ ഉണ്ട്, പക്ഷെ അത് ഇമ്പോർട്ടൻ്റ് അല്ല. പരീക്ഷയ്ക്ക് അങ്ങനെ അതിൽ നിന്നൊന്നും ചോദ്യം കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് ഞാനത് ഡിസ്കസ് ചെയ്യാത്തത്. ഇനിയിപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ മോഡ് ഓഫ് പോളിമറൈസേഷൻ. എന്താണ് മോഡ് ഓഫ് പോളിമറൈസേഷൻ എന്ന് പറഞ്ഞാൽ? അവ പോളിമറൈസ് ചെയ്യുന്ന രീതി അല്ലേ, അതാണ് മോഡ് ഓഫ് പോളിമറൈസേഷൻ പറയുന്നത്. എങ്ങനെയാണ് നമുക്ക് നോക്കി നോക്കാം. അവ ഏതൊക്കെ തരത്തിലാണ് പോളിമറൈസ് ചെയ്യുന്നത്, മോണോമർ യൂണിറ്റുകൾ എങ്ങനെയൊക്കെയാണ് പോളിമറായിട്ട് മാറുന്നത് എന്നാണ്. ഒന്നാമത്തെ ടൈപ്പാണ് അഡീഷൻ പോളിമേഴ്സ് എന്ന് പറയുന്നത്. ഏതാണ്? അഡീഷൻ പോളിമേഴ്സ്. എന്താ അഡീഷൻ പോളിമേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആ പേരിൽ തന്നെ ഉണ്ട് ഇല്ലേ? ഇത് ഇവിടെ നോക്കുക എല്ലാവരും. മോണോമർ യൂണിറ്റിനെയാണ് ഞാൻ ഈ എം എന്ന് ഇവിടെ കാണിക്കണേ കേട്ടോ. മോണോമർ യൂണിറ്റ് സിമ്പിളായിട്ട് ഇങ്ങനെ ആഡ് ചെയ്ത് ഇങ്ങനെ പോളിമർ ആവുക. അതാണ് ഏതിൽ? അഡീഷൻ. അത്തരത്തിലുള്ള പോളിമേഴ്സ് ആണ് ഏതിൽ വിടുക? അഡീഷൻ പോളിമേഴ്സ് എന്ന് പറയാം, പോളിമേഴ്സിൽ വിടുക. അപ്പോൾ ഇറ്റ് ഈസ് ഫോംഡ് ബൈ ദി റിപ്പീറ്റഡ് അഡീഷൻ ഓഫ് മോണോമർ യൂണിറ്റ്. മോണോമർ യൂണിറ്റിൻ്റെ റിപ്പീറ്റഡ് അഡീഷൻ വഴി മോണോമർ യൂണിറ്റ് റിപ്പീറ്റ് ചെയ്ത് ആഡ് ചെയ്ത് ഇങ്ങനെ ഉണ്ടാകുന്ന പോളിമറാണ് ഏത്? അഡീഷൻ പോളിമേഴ്സ് എന്ന് പറയുന്നത്. കിട്ടിയല്ലോ? അതിനുള്ള എക്സാമ്പിളാണ് പോളിത്തീൻ. പോളിത്തീൻ കേട്ടിട്ടില്ലേ? പോളിത്തീനും പോളിപ്രൊപ്പീനും. പോളിത്തീൻ, പോളിപ്രൊപ്പീൻ, PVC ഇതൊക്കെ ഏതാണ്? അഡീഷൻ പോളിമേഴ്സിന് ഉള്ള എക്സാമ്പിളുകളാണ്. എന്താ അഡീഷൻ പോളിമേഴ്സ് എന്ന് മനസ്സിലായല്ലോ അല്ലേ? മോണോമർ യൂണിറ്റ് സിമ്പിളായിട്ട് ഇങ്ങനെ ആഡ് ചെയ്ത് പോകുന്നത്. ഇനി കണ്ടൻസേഷൻ പോളിമേഴ്സ് എന്താണെന്നാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. രണ്ടാമത്തെ ടൈപ്പ്. എന്താണ് ഈ കണ്ടൻസേഷൻ എന്ന് പറഞ്ഞാൽ? കേട്ടിട്ടുണ്ടോ കണ്ടൻസേഷൻ എന്താന്ന്? കണ്ടൻസേഷൻ പോളിമേഴ്സിൽ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. രണ്ട് മോണോമർ യൂണിറ്റുകൾ ഇങ്ങനെ വന്ന് കൂടിച്ചേരും. ആ സമയത്ത് ഈ രണ്ട് ഇങ്ങനെ കൂടിച്ചേരുന്ന സമയത്ത് ഇവിടെ നിന്നും H2Oയോ HClO NH3 ഒക്കെ ഏതെങ്കിലും ഒന്ന് റിലീസ് ചെയ്ത് പോവുക, എലിമിനേറ്റ് ചെയ്ത് പോകുന്ന റിയാക്ഷനാണ് നമ്മൾ കണ്ടൻസേഷൻ റിയാക്ഷൻ എന്ന് പറയുക. അങ്ങനെ ഉണ്ടാകുന്ന പോളിമേഴ്സാണ് ഏതിൽ പെടുക? കണ്ടൻസേഷൻ പോളിമേഴ്സിൽ പെടുക. ഓക്കെ, ഇപ്പോൾ രണ്ട് മോണോമർ യൂണിറ്റുകൾ കൂടിച്ചേരുന്ന സമയത്ത് അവിടെ രണ്ട് മോണോമർ യൂണിറ്റുകൾ ഇങ്ങനെ കൂടിച്ചേരുന്ന പോളിമറൈസ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്തുണ്ടാവും? H2Oയോ HClO NH3 ഒക്കെ എലിമിനേറ്റ് ഇത് പോകുന്നതിനെയാണ് നമ്മൾ അത്തരത്തിലുള്ള ഉണ്ടാവുന്ന പോളിമേഴ്സിനെയാണ് നമ്മൾ കണ്ടൻസേഷൻ പോളിമേഴ്സ് എന്ന് പറയാം. അപ്പോൾ എങ്ങനെ എന്ത് പറയാം നമുക്ക്? ഫോംഡ് ബൈ എ സീരീസ് ഓഫ് കണ്ടൻസേഷൻ റിയാക്ഷൻ ബിറ്റ്വീൻ മോണോമർ യൂണിറ്റ് അല്ലേ? മോണോമർ യൂണിറ്റുകൾക്കിടയിൽ കണ്ടൻസേഷൻ റിയാക്ഷൻ നടന്നിട്ടാണ് ഏതുണ്ടാവുന്നത്? കണ്ടൻസേഷൻ പോളിമേഴ്സ് ഉണ്ടാകുന്നത്. ഇതിനുള്ള എക്സാമ്പിളാണ് ഏത്? നൈലോൺ 66. ഏതാണ്? നൈലോൺ 66. അതൊരു കണ്ടൻസേഷൻ പോളിമറാണ്. ഇത് ഓർത്തു വെക്കുക കേട്ടോ. നൈലോൺ 66 കണ്ടൻസേഷൻ പോളിമർ ആണ് എന്നുള്ളത് ഓർത്തു വെക്കുക. പോളിത്തീൻ ആണ് അഡീഷൻ പോളിമറിന് ഉള്ള എക്സാമ്പിളൊന്നും ഓർത്തു വെക്കുക. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്, ഇനി നമ്മുടെ ടെക്സ്റ്റിൽ പറയുന്നത് ഒരുപാട് പോളിമേഴ്സും
ആ പോളിമേഴ്സിൻ്റെ ഒക്കെ മോണോമേഴ്സും പറയുന്നുണ്ട്. അതെങ്ങനെയാണ് അവർ പറയുന്നത് വെച്ചാൽ ഈ മോണോമേഴ്സ് കൂടി ചേർന്നിട്ടില്ലേ പോളിമേഴ്സ് ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ റിയാക്ഷനൊക്കെ കംപ്ലീറ്റ് ആയിട്ട് അവർ വിശദീകരിച്ച് പറയുന്നുണ്ട്. നമുക്ക് അത്രയൊന്നും വേണ്ട. അപ്പം നമുക്ക് ഇപ്പം നോക്കാനുള്ളത് ഓരോ പോളിമറിൻ്റെയും മോണോമർ യൂണിറ്റ് എങ്ങനെയാണ് എന്നാണ്, എന്തായിരിക്കും എന്നാണ് നമുക്കിനി പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അതിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നത് 2 കോളാക്കി വരക്കാം കേട്ടോ. നോട്ട് ഇപ്പം തന്നെ എഴുതുന്നോളൂ എഴുതുക, അല്ലാത്തവർക്ക് നോട്ട് സെൻഡ് ചെയ്ത് തരും. പോളിമറും മോണോമറും എന്താന്ന് നോക്കാം നമുക്ക്. ലോ ഡെൻസിറ്റി ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പോളിമറാണ് ലോ ഡെൻസിറ്റി പോളിത്തീൻ പറയുന്നത്. ഇവിടെ നമ്മൾ പഠിച്ചില്ലേ പോളിത്തീൻ, ആ പോളിത്തീൻ തന്നെയാണ് ഇവിടെ പറയുന്നത്, ലോ ഡെൻസിറ്റി പോളിത്തീൻ. ഈ പോളിത്തീൻ്റെ മോണോമർ യൂണിറ്റ് ഏതായിരിക്കും അറിയോ? എഥിലീൻ. ഏതാണ്? എഥിലീൻ. പോളിത്തീൻ്റെ മോണോമർ യൂണിറ്റ് എഥിലീൻ. ഇപ്പം തന്നെ അങ്ങോട്ട് ഓർത്ത് വെക്കുക, പഠിച്ചു വെക്കുക കേട്ടോ. അപ്പോൾ പോളിത്തീൻ്റെ മോണോമർ യൂണിറ്റ് ഏതാണ്? എഥിലീൻ. ഇത് ഉപയോഗിക്കുന്നത് എവിടെയാണ്? ഇലക്ട്രിക് വയേഴ്സിലൊക്കെയാണ് ഈ പോളിത്തീന് ഉപയോഗിക്കുന്നത്. ഓക്കെ, അതിൻ്റെ യൂസ് അങ്ങനെ ചോദിക്കാറില്ല, പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. ലോ ഡെൻസിറ്റി പോളിത്തീൻ ഉപയോഗിക്കുന്നത് ഇലക്ട്രിക് വയേഴ്സിൽ, ടോയ്സിൽ അങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഇനി അടുത്ത മോണോമറാണ് ടെഫ്ലോൺ പറയുന്നത്. ഏതാണ്? ടെഫ്ലോൺ. ഈ അടുത്ത പോളിമർ ടെഫ്ലോണിൻ്റെ മോണോമർ ഏതായിരിക്കും? ടെട്രാഫ്ലൂറോ എഥിലീൻ. എന്താണ്? ടെട്രാഫ്ലൂറോ എഥിലീൻ. ടെട്രാഫ്ലൂറോ എഥിലീൻ ആണ് ടെഫ്ലോണിൻ്റെ മോണോമർ യൂണിറ്റ്. ഓക്കെ, അപ്പോൾ ഈ പേരിൽ തന്നെ ഉണ്ട് ടെട്രാ ഫ്ലൂറോ അല്ലേ, ടെഫ്ലോ എന്ന് പറയുന്ന ആ പേരിൽ തന്നെ ഉണ്ട് ടെട്രാഫ്ലൂറോ എഥിലീൻ. ഓർത്ത് വെക്കുക. ഇതെവിടെയാണ്? ഈ ടെഫ്ലോൺ ഒരു ടഫ് മെറ്റീരിയലാണ്. ഇത് ഫ്രൈയിങ് പാൻസിൻ്റെ കോട്ടിങ്ങിലൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത്, ഈ ടെഫ്ലോൺ. ഇനി അടുത്ത പോളിമറാണ് ഏത്? പോളി അക്രിലോ നൈട്രിൽ. ഏതാ? പോളി അക്രിലോ നൈട്രിൽ. പോളി അക്രിലോ നൈട്രിൽ പറഞ്ഞാൽ ഏതാണ്? എന്തായിരിക്കും അതിൻ്റെ മോണോമർ പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? ഈ പോളി അല്ല പോളിമർ ആണെന്നുണ്ടെങ്കിൽ ഈ പോളിനെ നമ്മൾ ഇവിടെ നിന്നിട്ട് ഒഴിവാക്കിയാൽ ബാക്കി കിട്ടുന്നതാണ് ഏത്? അതിൻ്റെ മോണോമർ ഉണ്ടാവുക. അപ്പോൾ പോളി അക്രിലോ നൈട്രിലിൻ്റെ മോണോമർ ഏതായിരിക്കും? അക്രിലോ നൈട്രിൽ അല്ലേ, അക്രിലോ നൈട്രിൽ. ഇനി ഇത് ഉപയോഗിക്കുന്നത് അക്രിലോൺ ഫൈബേഴ്സ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പോളി അക്രിലോ നൈട്രിൽ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത പോളിമറാണ് പോളിസ്റ്റൈറീൻ. കേട്ടിട്ടില്ലേ പോളിസ്റ്റൈറീൻ? ഈ പോളിസ്റ്റൈറീൻ പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ മോണോമർ അപ്പം എന്തായിരിക്കും? ഈ പേരിൽ തന്നെ ഉണ്ട് അല്ലേ. എന്താണ്? ഈ പോളി അങ്ങോട്ട് ഒഴിവാക്കുക, അപ്പോൾ ഏതായിരിക്കും? സ്റ്റൈറീൻ അല്ലേ. അത് ഇനി അടുത്ത പോളിമറാണ് പോളിവിനൈൽ ക്ലോറൈഡ്. എന്താ ഇത്? ഷോർട്ട് PVC. കേട്ടിട്ടില്ലേ PVC? എന്താ? ഈ PVCയുടെ മോണോമർ എന്തായിരിക്കും? അപ്പോൾ വിനൈൽ ക്ലോറൈഡ്. ഇതിലുള്ള പോളി അങ്ങോട്ട് മാറ്റിയാൽ പോരെ, പോളിവിനൈൽ ക്ലോറൈഡ് ആണ്. അപ്പോൾ അതിൻ്റെ മോണോമർ ഏതായിരിക്കും? വിനൈൽ ക്ലോറൈഡ്. ഏതാണ്? വിനൈൽ ക്ലോറൈഡ്. ഇത് എന്തിനാ ഉപയോഗിക്കുന്നത് അറിയോ? ഈ റെയിൻ കോട്ട്, ഹാൻഡ് ബാഗ് അതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വിനൈൽ ക്ലോറൈഡ് പോളിവിനൈൽ ക്ലോറൈഡ് PVC ഉപയോഗിക്കുന്നത്. അടുത്ത പോളിമറാണ് ഏത്? പോളിപ്രൊപ്പീൻ. പോളി ഇല്ലതാ പരീക്ഷയ്ക്ക് ചോദിച്ചാൽ നിങ്ങൾ രക്ഷപ്പെട്ടു. ആ പോളി കണ്ട് ഒഴിവാക്കിയാൽ ബാക്കിയുണ്ട് എഴുതിയാൽ മതി. ഓക്കെ, പോളിപ്രൊപ്പീന് അപ്പോൾ മോണോമർ എന്തായിരിക്കും? പോളി ഒഴിവാക്കുന്നു, ബാക്കി എന്താ ഉള്ളത്? പ്രൊപ്പീൻ അല്ലേ. ഈ പോളിപ്രൊപ്പീന് റോപ്പും ടോയ്സും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പോളിപ്രൊപ്പീന് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞത് ഏത് പോളിമേഴ്സ് ആണെന്നറിയോ? അഡീഷൻ പോളിമേഴ്സ് ആണ്. നമ്മളിവിടെ പഠിച്ചില്ലേ അഡീഷൻ പോളിമേഴ്സ് അല്ലേ. അതാണ് ഇത്രയും പറഞ്ഞത്. ഏതൊക്കെ? ലോ ഡെൻസിറ്റി പോളിത്തീൻ, ടെഫ്ലോൺ, പോളി അക്രിലോനൈട്രിൽ, പോളിസ്റ്റൈറീൻ, PVC, പോളിപ്രൊപ്പീൻ. ഇതൊക്കെ അഡീഷൻ പോളിമേഴ്സ് ആണ്. ഇത്രയാണ് ഇതിൻ്റെ മോണോമേഴ്സ്. ഇതിൻ്റെ മോണോമേഴ്സ് പഠിക്കാൻ സുഖമാണ്, ഈ പേരിൽ തന്നെ ഉണ്ട്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കണ്ടൻസേഷൻ പോളിമേഴ്സ് ആണ്. കണ്ടൻസേഷൻ പോളിമേഴ്സ്. അതിൽ ഫസ്റ്റ് വൺ ആണ് ഏത്? ഡാക്രോൺ. എന്താണ്? ഡാക്രോൺ.
കണ്ടൻസേഷൻ പോളിമേഴ്സ് എന്ന് പറഞ്ഞാൽ 2 മോണോമറുകൾ കൂടിച്ചേർന്ന് H2O ഒക്കെ റിലീസ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഇവിടെ 2 മോണോമർ ഉണ്ടാകും. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഡാക്രോണിൻ്റെ മോണോമറാണ് എഥിലീൻ ഗ്ലൈക്കോൾ പ്ലസ് ടെറഫ്താലിക് ആസിഡ്. ഏതൊക്കെയാണ്? എഥിലീൻ ഗ്ലൈക്കോളും ടെറഫ്താലിക് ആസിഡും. അതാണ് ഡാക്രോണിൻ്റെ മോണോമേഴ്സ്. ഇത് രണ്ടും കൂടി ചേർന്നിട്ട് ഇവിടെ H2O ഒക്കെ റിലീസ് ചെയ്തിട്ടാണ് ഡാക്രോൺ ഉണ്ടാവുന്നത് എന്നർത്ഥം. ഇത് ഉപയോഗിക്കുന്നത് ഫാബ്രിക്സ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഡാക്രോൺ ഉപയോഗിക്കുന്നത്. അടുത്തത് ഗ്ലിപ്റ്റാൽ. അടുത്ത പോളിമറാണ് ഏത്? ഗ്ലിപ്റ്റാൽ എന്തൊക്കെ അറിയോ? ഈ എഥിലീൻ ഗ്ലൈക്കോളും, അതായത് ഡാക്രോൺ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന എഥിലീൻ ഗ്ലൈക്കോളും പ്ലസ് ഫ്താലിക് ആസിഡും കൂടി ചേർന്നിട്ടാണ് ഗ്ലിപ്റ്റാൽ ഉണ്ടാവുന്നത്. ഫ്താലിക് ആസിഡ്. അപ്പോൾ ഡാക്രോൺ ഉണ്ടാകുന്നത് എഥിലീൻ ഗ്ലൈക്കോളും ടെറഫ്താലിക് ആസിഡും, ഗ്ലിപ്റ്റാൽ ഉണ്ടാകുന്നതോ എഥിലീൻ ഗ്ലൈക്കോളും ഫ്താലിക് ആസിഡും. ഡാക്രോണിന് ടെറഫ്താലിക് ആസിഡാണ്, ഗ്ലിപ്റ്റാലിന് ഫ്താലിക് ആസിഡാണ് എന്ന് ഓർത്തു വെക്കുക. എന്തെങ്കിലുമൊക്കെ ഒരു കോഡ് വെച്ച് നിങ്ങൾ പഠിക്കുക. ഡാക്രോണ് ടെറഫ്താലിക് ആസിഡ്, ബാക്കി എഥിലീൻ ഗ്ലൈക്കോൾ രണ്ടിലും കോമൺ ആണ് കേട്ടോ. അങ്ങനെ ഇനി അടുത്ത പോളിമർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ പരീക്ഷയ്ക്കും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്ന ഒരു പോളിമറാണ്. ഏതാണെന്നറിയോ? നൈലോൺ 66. നൈലോൺ 66ൻ്റെ മോണോമേഴ്സ് ആണ്. അതായത് അവ ഉണ്ടായിരിക്കുന്നത് ഏതൊക്കെ അറിയോ? അഡിപ്പിക് ആസിഡും, ഏത് ആസിഡാണ്? അഡിപ്പിക് ആസിഡും ഹെക്സാമെഥിലീൻ ഡയമൈനും കൂടി ചേർന്നിട്ടാണ്. ഹെക്സാമെഥിലീൻ ഡയമൈനും ഇത് രണ്ടും കൂടി ചേർന്നിട്ടാണ് നൈലോൺ 66 ഉണ്ടായിട്ടുള്ളത്. അഡിപ്പിക് ആസിഡും ഹെക്സാമെഥിലീൻ ഡയമൈനും കൂടി ചേർന്നിട്ട്. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കൂട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പഠിച്ചു വെക്കാം. നൈലോൺ 66 ഉണ്ടായിട്ടുള്ളത് അഡിപ്പിക് ആസിഡ് പ്ലസ് ഹെക്സാമെഥിലീൻ ഡയമൈൻ അറ്റ് 553 കെൽവിൻ. അത്രയും ചൂട്, 553 കെൽവിൻ ചൂടൊക്കെ കൊടുക്കണം. പിന്നെ ഹൈ പ്രഷറൊക്കെ കൊടുത്തിട്ടാണ് ഈ അഡിപ്പിക് ആസിഡും ഹെക്സാമെഥിലീൻ ഡയമൈനും കൂടി ചേർന്നിട്ടാണ് നൈലോൺ 66 ഉണ്ടാകുന്നത്. ഓക്കെ, ഇത് ഉപയോഗിക്കുന്നത് ഇപ്പോൾ ബ്രഷും കാർപ്പറ്റുകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നൈലോൺ 66 ഉപയോഗിക്കുന്നത്. ഇനി അടുത്തത് നൈലോൺ 6 ആണ്. അടുത്ത പോളിമറാണ് നമ്മളത്. ഏത്? നൈലോൺ 6. ഈ നൈലോൺ 6 എങ്ങനെ ഉണ്ടാകുന്നത് അറിയോ? കാപ്രോലാക്റ്റം എന്ന് പറഞ്ഞൊരു വസ്തുണ്ട്. എന്താണ്? കാപ്രോലാക്റ്റത്തുമ്മ കൂടി കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. കാപ്രോലാക്റ്റം വിത്ത് ട്രൈസസ് ഓഫ് വാട്ടർ, എന്നിട്ട് അത് രണ്ടും കൂടി പോളിമറൈസ് ചെയ്തിട്ടാണ് നൈലോൺ 6 ഉണ്ടാകുന്നത്. ഓക്കെ, കാപ്രോലാക്റ്റം ഇറ്റ് ഈസ് ഫോംഡ് ബൈ ദി പോളിമറൈസേഷൻ ഓഫ് കാപ്രോലാക്റ്റത്തിൻ്റെ പോളിമറൈസേഷൻ നടന്നിട്ടാണ് എന്ത്? വിത്ത് ട്രൈസസ് ഓഫ് വാട്ടറിൻ്റെ കൂടെ കാപ്രോലാക്റ്റം പോളിമറൈസേഷൻ നടന്നിട്ടാണ് നൈലോൺ 6 ഉണ്ടാവുന്നത്. ഓക്കെ, ഇത് ഉണ്ടാവുന്നത് എന്തിനാണ് ഉപയോഗിക്കുന്നത്? റോപ്പും ടയർ കോഡ്സുകളും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ നൈലോൺ 6 നമ്മൾ ഉപയോഗിക്കുന്നത്. അടുത്തതാണ് ബാക്ക് ലൈറ്റ്. അടുത്ത പോളിമറാണ് ഏതാണ്? ബാക്ക് ലൈറ്റ്. ഈ ബാക്ക് ലൈറ്റ് എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നറിയോ? ബാക്ക് ലൈറ്റ് ഉപയോഗിക്കുന്നത് ഇലക്ട്രിക്കൽ സ്വിച്ചില്ലേ, നമ്മുടെ സ്വിച്ചുകളും പ്ലഗുകളും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബാക്ക് ലൈറ്റ് എന്ന് പറഞ്ഞ പോളിമർ ഉപയോഗിക്കുന്നത്. ഇനി ഇത് എന്തൊക്കെയായിട്ട് ഇതിൻ്റെ മോണോമർ എങ്ങനെയായിരിക്കും? ഫോമാൽഡിഹൈഡ്, നൊവോലാക്ക് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. നൊവോലാക്കിനെ ഫോമാൽഡിഹൈഡുമായിട്ട് ഹീറ്റ് ചെയ്യാം. നൊവോലാക്കും ഫോമാൽഡിഹൈഡും കേട്ടോ. നൊവോലാക്ക് ഓൺ ഹീറ്റിംഗ് വിത്ത് ഫോമാൽഡിഹൈഡ്. നൊവോലാക്ക് ഓൺ ഹീറ്റിംഗ് വിത്ത് ഫോമാൽഡിഹൈഡ്. അതാണ് ബാക്ക് ലൈറ്റിൻ്റെ മോണോമേഴ്സ്. ഇത്രയാണ്
ഏത് കണ്ടൻസേഷൻ പോളിമേഴ്സ്. ഏതൊക്കെ? ഡാക്രോണും ഗ്ലിപ്റ്റാലും നൈലോൺ 66ഉം നൈലോൺ 6ഉം ബാക്ക്ലേറ്റും. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയത് ഈ ഭാഗമാണ്. ഏതൊക്കെയാണ്? നൈലോൺ 66ഉം നൈലോൺ 6ഉം. ഇത് ഇമ്പോർട്ടൻ്റ് ആട്ടോ. അതിൻ്റെ മോണോമേഴ്സ് അല്ലെങ്കിൽ ഇത് എങ്ങനെ ഈ നൈലോൺ 6 എന്തൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്? അഡിപ്പിക് ആസിഡും ഹെക്സാമെഥിലിൻ ഡൈയമൈനും കൂടി 553 കെൽവിനിലും ഹൈ പ്രഷറിലും ഇട്ടിട്ട് മിക്സ് ചെയ്യുമ്പോഴാണ് ഈ നൈലോൺ 66 ഉണ്ടാവുന്നത്. നൈലോൺ 6ഓ ക്രാപ്റ്റോലാക്ടം പ്ലസ് ട്രൈസ് എമൗണ്ട് ഓഫ് വാട്ടർ. ഇത് രണ്ടും കൂടി പോളിമറൈസേഷൻ നടക്കുമ്പോഴാണ് നൈലോൺ 6 ഉണ്ടാവുന്നത്. ഓക്കെ, ഇത്രയാണ് കണ്ടൻസേഷൻ പോളിമേഴ്സ്, ഇത്രയാണ് അഡീഷൻ പോളിമേഴ്സ്. ഇതിൻ്റെ മോണോമേഴ്സ് പഠിച്ചു വെക്കാം, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത് വേറൊരു ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ്. ഏതറിയോ? ഹോമോ പോളിമേഴ്സും കോ പോളിമേഴ്സും. പോളിമേഴ്സിനെ രണ്ടായിട്ട് വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അവയാണ് ഹോമോ പോളിമേഴ്സും കോ പോളിമേഴ്സും. ഇത് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുണ്ട് കേട്ടോ. വാട്ട് ഈസ് കോ പോളിമേഴ്സ് അല്ലെങ്കിൽ വാട്ട് ഈസ് ഹോമോ പോളിമേഴ്സ് എന്ന് ചോദിക്കാറുണ്ട്. എന്തായിരിക്കും ഹോമോ പോളിമേഴ്സ് എന്ന് പറഞ്ഞാൽ? എന്തായിരിക്കും? ആ പേരിൽ തന്നെ ഉണ്ട് ഹോമോ അല്ലേ? ഹോമോ എന്ന് പറഞ്ഞാൽ എന്താ? ഹോമോയും ഹെട്രോയും ഒക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ? ഹോമോ പറഞ്ഞാൽ എന്താ? സെയിം എന്നാണ് അർത്ഥം. അപ്പോൾ ഹോമോ പോളിമേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരേ ടൈപ്പ് മോണോമേഴ്സ് കൂടിച്ചേർന്നിട്ട് അല്ലെങ്കിൽ പോളിമറൈസേഷൻ നടന്ന് ഉണ്ടാകുന്ന പോളിമേഴ്സാണ് ഹോമോ പോളിമേഴ്സ് എന്ന് പറയുക. ഹോമോ പോളിമേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സെയിം മോണോമേഴ്സ് ആയിരിക്കും അവിടെ ഉണ്ടാവുക. സെയിം മോണോമർ യൂണിറ്റ്സുകൾ പോളിമറൈസേഷൻ നടന്നിട്ട് ഉണ്ടാകുന്ന പോളിമേഴ്സാണ് ഏത് വിഭാഗത്തിൽ പെടുക? ഹോമോ പോളിമേഴ്സിൽ വരിക. അതിനുള്ള എക്സാമ്പിൾ ഇതിൽ നിന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഏതാ? ഇപ്പോൾ നോക്കി നോക്കൂ, അഡീഷൻ പോളിമേഴ്സ് നോക്കി നോക്കുക. അഡീഷൻ പോളിമേഴ്സ് എന്താണ്? ഒരേ ടൈപ്പ് മോണോമർ യൂണിറ്റുകൾ ഇങ്ങനെ കൂടിച്ചേർന്നിട്ടല്ലേ ഉണ്ടാവുന്നത്. ഇവിടെ നോക്കി നോക്ക്, ലോ ഡെൻസിറ്റി പോളിത്തീൻ, അവിടെ എന്താണ്? എഥിലീൻ മാത്രം ഇങ്ങനെ കൂടിച്ചേർന്നിട്ടാണ് ഈ ലോ ഡെൻസിറ്റി പോളിത്തീൻ ഉണ്ടാവുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ എന്താണ്? ഒരേ ടൈപ്പ് മോണോമർ യൂണിറ്റ് ആണ്, എഥിലീൻ മാത്രമുള്ള അവിടെ ഉണ്ടാവുക അല്ലേ? ഇപ്പോൾ PVCയിലാണെങ്കിൽ വിനൈൽ ക്ലോറൈഡ് മാത്രം ഉണ്ടാവുക അല്ലേ? അപ്പോൾ ഒരേ ടൈപ്പ് മോണോമർ യൂണിറ്റ് കൂടിച്ചേർന്നിട്ട് ഉണ്ടാവുന്ന പോളിമേഴ്സ് ആണ് ഇതിൽ പെടുക? ഹോമോ പോളിമേഴ്സ്. അപ്പോൾ ഇതിനുള്ള എക്സാമ്പിൾ നമുക്ക് ഇതിൽ നിന്ന് തന്നെ പറയാം. ഏതൊക്കെ പറയാം? ലോ ഡെൻസിറ്റി പോളിത്തീൻ പറയാം, ടെഫ്ലോൺ പറയാം, PVC പറയാം, ഏതും പറയാം. ഏത് അഡീഷണൽ പോളിമേഴ്സും ഹോമോ പോളിമേഴ്സ് ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പോൾ കോ പോളിമേഴ്സ് എന്തായിരിക്കും? ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? ഡിഫറൻറ്റ് മോണോമേഴ്സ് പോളിമറൈസേഷൻ നടന്നിട്ടായിരിക്കും അവിടെ ഉണ്ടാവുക. ഏതാണ്? ഡിഫറൻറ്റ് പോളിമേഴ്സ് formed by the polymerization of two or more different monomers. ഡിഫറൻറ്റ് മോണോമേഴ്സ് കൂടിച്ചേർന്നിട്ട് അല്ലെങ്കിൽ പോളിമറൈസ് ചെയ്തിട്ട് ഉണ്ടാകുന്ന പോളിമേഴ്സ് ആണ് ഇത് കോ പോളിമേഴ്സ് എന്ന് പറയുന്നത്. അത് ഇതിനൊരു എക്സാമ്പിൾ ഇതിൽ നിന്ന് പറഞ്ഞൂടെ? ഏതായിരിക്കും? അഡീഷൻ പോളിമേഴ്സ് ആയിരിക്കുമോ? അല്ല, ഏതായിരിക്കും? കണ്ടൻസേഷൻ പോളിമേഴ്സ് അല്ലേ? ഇപ്പോൾ അതിനൊരു എക്സാമ്പിൾ നമ്മൾ നൈലോൺ 66 തന്നെ പഠിച്ചാൽ പോരെ? ഏതായാലും അഡിപ്പിക് ആസിഡും ഹെക്സാമെഥിലിൻ ഡൈയമൈനും, ആ രണ്ട് മോണോമറും ഉണ്ട് അല്ലേ? അഡിപ്പിക് ആസിഡ് എന്ന് പറഞ്ഞ ഒരു മോണോമറും ഉണ്ട്, ഹെക്സാമെഥിലിൻ ഡൈയമൈൻ പറഞ്ഞ വേറൊരു മോണോമറും ഉണ്ട് അല്ലേ? അപ്പോൾ ഇതിന് എക്സാമ്പിൾ ഏത് കൊടുക്കാം നമുക്ക്? നൈലോൺ 66 അല്ലെങ്കിൽ നൈലോൺ 6, ഏത് വേണമെങ്കിലും പറ്റും. ബാക്ക്ലൈറ്റ് കൊടുക്കാം, ഗ്ലിപ്റ്റാൽ കൊടുക്കാം, ഡാക്രോൺ കൊടുക്കാം, ഏതും കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ഹോമോ പോളിമേഴ്സും കോ പോളിമേഴ്സും മനസ്സിലായില്ലേ? ഓക്കെ.